ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാനിറ്ററി കെമിസ്ട്രിയിലെ അതിലെ സിലബസിലെ 8ാമത്തെ മൊഡ്യൂളിലെ കൾച്ചർ മീഡിയ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോ കൾച്ചർ ആൻഡ് മീഡിയം, കൾച്ചർ മീഡിയ. അപ്പൊ എന്താണ് കൾച്ചർ, എന്താണ് മീഡിയം, ആ രണ്ട് ടേംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോ എന്താണ് കൾച്ചർ എന്ന് പറഞ്ഞാല് is the term given to microorganisms that are cultivated in the laboratory. അതായത് നമ്മൾ ലാബില് മൈക്രോ ഓർഗാനിസത്തെ ഗ്രോ ചെയ്യാം. അങ്ങനെ ലബോറട്ടറിയിൽ നമ്മൾ ഒരു മൈക്രോ ഓർഗാനിസത്തെ നമ്മൾ ഗ്രോ ചെയ്യുന്നതിനെയാണ് നമ്മൾ കൾച്ചർ എന്ന് പറയുന്നത്. ആ മൈക്രോ ഓർഗാനിസത്തെ, അതായത് ലബോറട്ടറിയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു മൈക്രോ ഓർഗാനിസംസിനെയാണ് നമ്മൾ കൾച്ചർ എന്ന് പറയുന്നത്. ഫോർ ദ പർപ്പസ് ഓഫ് ഐഡന്റിഫൈയിങ് ആൻഡ് സ്റ്റഡിയിങ് ദം. അപ്പൊ നമുക്ക് മൈക്രോ ഓർഗാനിസത്തെ കുറിച്ച് നമുക്ക് അവയെ ഐഡന്റിഫൈ ചെയ്യാണ്ടാകും, അവയെ സ്റ്റഡി ചെയ്യാണ്ടാകും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ലബോറട്ടറിയിൽ അവയെ ഗ്രോ ചെയ്യുന്ന ആ ഒരു മൈക്രോ ഓർഗാനിസത്തിന് നമ്മൾ വിളിക്കുന്ന ടേം ആണ് കൾച്ചർ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് മീഡിയം? എന്താണ് മീഡിയം എന്ന് പറഞ്ഞാൽ? മീഡിയം എന്ന് പറഞ്ഞാൽ ഈ മൈക്രോ ഓർഗാനിസത്തിന് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സബ്സ്ട്രേറ്റ് നൽകണം, അല്ലെ? അപ്പൊ ആ ഒരു സബ്സ്ട്രേറ്റിനെയാണ് മീഡിയം എന്ന് പറയുന്നത്. അതായത് ഈ മൈക്രോ ഓർഗാനിസത്തിന് വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള അതിന്റെ ഫുഡ്, ഓക്കെ, ആ ഒരു ഫുഡ്, അതിന്റെ റിക്വയർമെന്റ്സ് എല്ലാം അടങ്ങിയ ഒരു സബ്സ്ട്രേറ്റ് നമ്മൾ അതിന് കൊടുക്കണം. അപ്പൊ അതിനെയാണ് മീഡിയം എന്ന് പറയുന്നത്. മീഡിയം ഈസ് ദ ടേം ഗിവൺ ടു ദ കോമ്പിനേഷൻ ഓഫ് ഇൻഗ്രീഡിയൻസ് ദാറ്റ് വിൽ സപ്പോർട്ട് ദ ഗ്രോത്ത് ആൻഡ് കൾട്ടിവേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ബൈ പ്രൊവൈഡിങ് ഓൾ ദ എസെൻഷ്യൽ ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത്. ഓക്കെ, അപ്പൊ ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള, അതിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുള്ള ആ ഒരു മീഡിയം, ഓക്കെ, ആ ഒരു സബ്സ്ട്രേറ്റിനെയാണ് നമ്മൾ മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് കൾച്ചർ എന്ന് പറഞ്ഞാൽ? കൾച്ചർ എന്ന് പറഞ്ഞാൽ is the term given to micro organism that are cultivated in the lab for the purpose of identifying and studying them. മൈക്രോ ഓർഗാനിസത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ അവയെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലബോറട്ടറിയിൽ മൈക്രോ ഓർഗാനിസത്തെ ഗ്രോ ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തെയാണ് നമ്മൾ കൾച്ചർ എന്ന് പറയുന്നത്. മീഡിയം എന്ന് പറഞ്ഞാൽ ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിയൻസ്, അതിന്റെ കമ്പോണൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ആ ഒരു സബ്സ്ട്രേറ്റിനെയാണ് നമ്മൾ മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൾച്ചർ എന്താണ്, മീഡിയം എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പോ ഈ രണ്ട് ടേം മനസ്സിലാക്കി വെക്കുക. കൾച്ചർ എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസം, നമ്മൾ ലബോറട്ടറിയിൽ വളർത്തുന്ന മൈക്രോ ഓർഗാനിസത്തെയാണ് കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയം എന്ന് പറഞ്ഞാൽ ആ മൈക്രോ ഓർഗാനിസത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന അതിന്റെ ന്യൂട്രിയൻസ് അടങ്ങിയ സബ്സ്ട്രേറ്റിനെയാണ് മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മൈക്രോ ഓർഗാനിസത്തെ വളർത്തുന്നത്? ദ ഫുഡ് മെറ്റീരിയൽ ഓർ സബ്സ്റ്റൻസ് റിക്വയർഡ് ഫോർ ഗ്രോവിംഗ് മൈക്രോ ഓർഗാനിസം ഇൻ വിട്രോ ഈസ് കാൾഡ് കൾച്ചർ മീഡിയം. അപ്പൊ നമ്മൾ എന്താണ് കൾച്ചർ എന്ന് പറഞ്ഞു, എന്താണ് മീഡിയം എന്ന് പറഞ്ഞു. ഇനി എന്താണ് കൾച്ചർ മീഡിയം എന്ന് പറയാണ്? ദ ഫുഡ് മെറ്റീരിയൽ ഓർ സബ്സ്റ്റൻസസ് റിക്വയർഡ് ഫോർ ഗ്രോവിംഗ് മൈക്രോ ഓർഗാനിസം ഇൻ വിട്രോ. ഇൻ വിട്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്സൈഡ് ദ ബോഡി. അതായത് നമ്മൾ ലാബിലൊക്കെ നമ്മൾ മൈക്രോ ഓർഗാനിസത്തെ നമ്മൾ ഫുഡും അതിന്റെ സബ്സ്റ്റൻസസും അതിന്റെ ന്യൂട്രിയൻസ് എല്ലാം കൊടുത്ത് അതിനെ ഗ്രോ ചെയ്യുന്നതിനെ പറയുന്നതാണ് നമ്മൾ കൾച്ചർ മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കൾച്ചർ മീഡിയം പ്രിപ്പയർ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ടീരിയാസിനെ ഇങ്ങനെ കൾച്ചർ ചെയ്യുന്നത്? അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നത്? സബ്സിക്വന്റ് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്ലിനിക്കൽ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്, സ്റ്റഡിയിങ് ഇറ്റ്സ് മോർഫോളജി ആൻഡ് ഇറ്റ്സ് ഐഡന്റിഫിക്കേഷൻ. ഇപ്പൊ മൈക്രോ ഓർഗാനിസത്തിന്റെ അതിന്റെ ഫിസിക്കൽ ക്യാരക്ടർ, അതിന്റെ മോർഫോളജി, അതിന്റെ ഐഡന്റിഫിക്കേഷൻ, അതിനൊക്കെ വേണ്ടി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ബാക്ടീരിയ ഹാവ് ടു ബി കൾച്ചർഡ് ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ആന്റിജൻസ് ഫ്രം ഡെവലപ്പിംഗ് സിറോളജിക്കൽ അസേ ഫോർ വാക്സിൻസ്. നമ്മൾ ആന്റിജൻസ്, വാക്സിൻസ് അതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ എന്താണ്? സർട്ടൻ ജെനറ്റിക് സ്റ്റഡീസ്.
ഓക്കെ, ജെനറ്റിക് സ്റ്റഡീസ് ആൻഡ് മാനിപ്പുലേഷൻസ് ഓഫ് ദ സെൽ. ഓക്കെ, ദെൻ ജെനറ്റിക്സിന് വേണ്ടിയിട്ട്, ജെനറ്റിക് സ്റ്റഡീസിന് വേണ്ടിയിട്ട് കൾച്ചറിങ് ഓൺ സോളിഡ് മീഡിയ ഈസ് അനദർ കൺവീനിയന്റ് വേ ഓഫ് സെപ്പറേറ്റിംഗ് ബാക്ടീരിയ ഇൻ മിക്സ്ചർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിന് ബാക്ടീരിയാസിനെ അല്ലെങ്കിൽ ബാക്ടീരിയാസ് മാത്രമല്ല കേട്ടോ, എല്ലാ മൈക്രോ ഓർഗാനിസത്തെയും നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. ഓക്കെ, microbiological culture which are used for growing microorganisms such as bacteria or yeast. പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി പറയാണ്. The most common growth media for microorganisms are nutrient broth and agar plates. അപ്പോ നമ്മൾ ഈ മൈക്രോ ഓർഗാനിസത്തെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കോമൺ ആയിട്ടുള്ള മീഡിയ എന്ന് പറയുന്നത് ഏതാണ്? ന്യൂട്രിയന്റ് ബ്രോത്തും ദെൻ അഗാർ പ്ലേറ്റ്സും. ഓക്കെ ആണല്ലോ. അപ്പൊ കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന മീഡിയാസ് ആണ് ന്യൂട്രിയൻ ബ്രോത്ത് ആൻഡ് അഗാർ പ്ലേറ്റ്. അപ്പൊ എന്താണ് ന്യൂട്രിയൻ ബ്രോത്ത്, എന്താണ് അഗാർ പ്ലേറ്റ്സ്, എല്ലാം നമ്മൾ വരുന്ന സ്ലൈഡിൽ പഠിക്കും. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ജസ്റ്റ് എന്താണ് കൾച്ചർ, എന്താണ് മീഡിയ, എന്താണ് കൾച്ചർ മീഡിയ, അപ്പൊ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. വരുന്ന സ്ലൈഡിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഓക്കെ, ദെൻ സ്പെഷ്യലൈസ്ഡ് മീഡിയ ആർ സംടൈം റിക്വയർഡ് ഫോർ മൈക്രോ ഓർഗാനിസം ആൻഡ് സെൽ കൾച്ചർ ഗ്രോത്ത്. അപ്പൊ ഇങ്ങനെ ഈ ബേസിക് ആയിട്ടുള്ള മീഡിയാസിന് പുറമെ നമ്മൾ ചില സ്പെഷ്യൽ ആയിട്ടുള്ള മീഡിയാസ് നമ്മൾ ഉപയോഗിക്കും ചില മൈക്രോ ഓർഗാനിസത്തെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് പറഞ്ഞത്. then എന്താണ് യൂസ്ഡ് ടു ഗ്രോ ബാക്ടീരിയ ക്യാൻ ബി യൂസ്ഡ്. കൾച്ചർ മീഡിയ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എൻറിച്ച് ദ നമ്പേഴ്സ് ഓഫ് ബാക്ടീരിയ, സെലക്ട് ദ സർട്ടൻ ബാക്ടീരിയ ആൻഡ് സപ്രസ് അതേഴ്സ്. അപ്പൊ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കൾച്ചർ മീഡിയയുടെ പർപ്പസ് എന്തൊക്കെയാണ്? നമുക്ക് ചില ബാക്ടീരിയാസിനെ അവയെ എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ചില ബാക്ടീരിയാസിനെ മാത്രം വളർത്താൻ വേണ്ടിയിട്ട്, ദെൻ ചില നമ്മളിപ്പോ ഒരു കൾച്ചറിൽ തന്നെ നമുക്ക് വേണ്ട മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും, നമുക്ക് വേണ്ടാത്ത കമൻസാൽ ആയിട്ടുള്ള വേണ്ടാത്ത മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് വേണ്ട മൈക്രോ ഓർഗാനിസത്തെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ദെൻ എന്താണ് ഡിഫറൻഷിയേറ്റിംഗ് എമൗണ്ട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബാക്ടീരിയ, ബാക്ടീരിയാസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ സെയിം കോളനീസിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ട ബാക്ടീരിയാസ് അല്ലെങ്കിൽ വേണ്ട മൈക്രോ ഓർഗാനിസത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ നമ്മൾ കൾച്ചർ മീഡിയ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദെൻ എന്താണ് ഇനി നമ്മൾ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് യൂഷ്വലി എസെൻഷ്യൽ ടു ഒബ്റ്റെയിൻ എ കൾച്ചർ ബൈ ഗ്രോവിംഗ് ദ ഓർഗാനിസം ഇൻ ആൻ ആർട്ടിഫിഷ്യൽ മീഡിയം. ഇഫ് മോർ ദാൻ വൺ സ്പീഷീസ് ഓർ ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ആർ പ്രസന്റ്, ഈച്ച് റിക്വയർ ബി കെയർഫുള്ളി സെപ്പറേറ്റഡ് ഓർ ഐസൊലേറ്റഡ് ഇൻ പ്യുവർ കൾച്ചർ. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോ നമുക്ക് വേണ്ട മൈക്രോ ഓർഗാനിസത്തെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൾച്ചർ മീഡിയ യൂസ് ചെയ്യുന്നത്. ദെൻ അതിന്റെ യൂസസ് എന്തൊക്കെയാണ്? നമ്മൾ ക്ലിനിക്കൽ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്, ദെൻ ജെനറ്റിക് എഞ്ചിനീയറിംഗിൽ നമ്മൾ കൾച്ചർ മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ വാക്സിൻസ്, നമ്മുടെ ആന്റിജൻസ്, ഇതിന്റെ എല്ലാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എന്താണ് കൾച്ചർ, എന്താണ് മീഡിയ, എന്താണ് കൾച്ചർ മീഡിയ, എന്താണ് അതിന്റെ പർപ്പസ്, എന്താണ് അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ സിലബസിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പൊ ഒരു കൾച്ചർ മീഡിയ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ, അതിന്റെ ബേസിക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ അതിലുണ്ടായിരിക്കണം? ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഫസ്റ്റ് വൺ, ന്യൂട്രിയൻസ്. ഓക്കെ, നമ്മൾ ബാക്ടീരിയാസിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? അതിന് ന്യൂട്രിയൻസ് കൊടുക്കണം. അപ്പൊ ന്യൂട്രിയൻസിൽ ഏതൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് വൺ, എനർജി സോഴ്സ്. എനർജി സോഴ്സിൽ ഏതൊക്കെയാണ്? ഫോട്ടോട്രോഫ്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്, കീമോട്രോഫ്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്. എന്താണ് ഫോട്ടോട്രോഫ്സ് ആയിട്ടുള്ള ഓർഗാനിസം എന്ന് പറഞ്ഞാല്? അറിയാലോ, ഫോട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാല് അവ എങ്ങനെയാണ് അതിന്റെ എനർജി സോഴ്സ് ആയിട്ട് ലൈറ്റിനെ ഉപയോഗിക്കുന്ന മൈക്രോ ഓർഗാനിസത്തെയാണ് നമ്മൾ ഫോട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ എന്താണ് കീമോട്രോപ്സ് എന്ന് പറഞ്ഞാല്? കീമോട്രോപ്സ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജി, അതായത് കെമിക്കൽസിൽ നിന്നും അതിന്റെ എനർജി സോഴ്സ് ആയിട്ട് കെമിക്കൽസിനെ യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തെയാണ് കീമോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ കൾച്ചർ മീഡിയയിൽ വേണ്ട കൾച്ചർ മീഡിയക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ, എനർജി സോഴ്സ്. എനർജി സോഴ്സിൽ ലൈറ്റിനെ യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തെ ഫോട്ടോട്രോപ്സ് എന്ന് പറയും. കെമിക്കൽസിനെ യൂസ് ചെയ്യുന്നവയെ കീമോട്രോപ്സ് എന്ന് പറയും. ഇതിനെന്തുണ്ട്? അപ്പോ ഫോട്ടോട്രോപ്സിനുള്ള ഒരു എക്സാമ്പിൾ ആണ് റോഡോസ്പൈറിലം റുബ്രം. ഓക്കെ, അപ്പൊ റോഡോസ്പൈറിലം റുബ്രം എന്ന് പറഞ്ഞ ബാക്ടീരിയ എന്താണ്? ലൈറ്റ് സോഴ്സ് ആണ് അതിന്റെ എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ എന്താണ്? ഈക്കോളൈ. നമ്മുടെ ഈക്കോളൈ ബാക്ടീരിയാസ് എന്താണ് യൂസ് ചെയ്യുന്നത്? കെമിക്കൽസിനെയാണ്, കെമിക്കൽ എനർജിയാണ് അതിന്റെ എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്.
ദെൻ എന്താണ് നമ്മുടെ ന്യൂട്രിയൻസിൽ വരുന്ന അടുത്തതാണ് ഒരു കാർബൺ സോഴ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ കാർബൺ സോഴ്സ് ആയിട്ട് ഏതാണ് നമ്മുടെ ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസ് ഉണ്ട്. ഓക്കെ, ദെൻ എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നവയുണ്ട്. ദെൻ ഒരു നൈട്രജൻ സോഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ കാർബൺ സോഴ്സ് ഉണ്ടായിരിക്കണം, ഒരു നൈട്രജൻ സോഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ന്യൂട്രിയൻസിൽ വരുന്നത്. ദെൻ എന്താണ് ഇത് കൂടാതെ മിനറൽസ് വേണം. ഓക്കെ, മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മിനറൽസ് വേണം. അപ്പൊ ഏതൊക്കെ മിനറൽസ് ആണ് അതിന് വേണ്ടത്? സൾഫേറ്റ്സ് വേണം, ഫോസ്ഫേറ്റ്സ്, ക്ലോറൈഡ്സ്, കാർബണേറ്റ്സ് ഓഫ് പൊട്ടാസ്യം, മെഗ്നീഷ്യം, കാൽഷ്യം. ഓക്കെ, സൾഫേറ്റ്സ്, ഫോസ്ഫേറ്റ്സ്, ക്ലോറൈഡ്സ്, ദെൻ പൊട്ടാഷ്യം, മെഗ്നീഷ്യം, കാൽഷ്യം, ഇതിന്റെ എല്ലാം എന്താണ് കാർബണേറ്റ്സ്. ദെൻ എന്താണ് ഇത് മാത്രം പോരാ, ചില ഫിസിക്കൽ റിക്വയർമെന്റ്സ് കൂടി ഈ മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാൻ വേണം. എന്തൊക്കെയാണ്? ഒരു സ്യൂട്ടബിൾ pH ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ നോർമൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന pH എത്രയാണ്? ന്യൂട്രൽ pH ആണ്. ഓക്കെ, 7.2 to 7.4 ആണ്. എക്സെപ്ഷണൽ കേസ് വരാം. ഫംഗസിന്റെ കേസിലാണെങ്കിൽ അത് എന്തായി മാറും? അത് അസിഡിക് pH ആയി മാറും. ഇവിടെ കോമൺ ആയിട്ട് നമ്മൾ ബാക്ടീരിയാസിന്റെ കേസാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ബാക്ടീരിയക്ക് ഗ്രോ ചെയ്യാൻ വേണ്ട സ്യൂട്ടബിൾ pH എത്രയാണ്? ന്യൂട്രൽ pH ആണ്. 7.2 to 7.4 ആണ്. ദെൻ ബാക്ടീരിയാസിന്റെ കേസിൽ തന്നെ എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഹാലോഫൈൽസ്, അതായത് ഇങ്ങനെ ഈ ആൻഷ്യന്റ് ഏരിയാസിലൊക്കെ വളരുന്ന ഹാലോഫൈൽസ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്. അവയ്ക്ക് എന്താണ് ഹാലോഫൈൽ? ഇപ്പൊ നമ്മുടെ വിബ്രിയോ കോളറയ്ക്ക് എന്താണ്? ഒരു ഹാലോഫൈൽ ആണ്. ഓക്കെ, നല്ല സാൾട്ടി കണ്ടീഷൻസിൽ വളരുന്ന ബാക്ടീരിയാസ് ആണ്. അപ്പൊ എന്താണ് അവയ്ക്ക് കൂടുതൽ നമ്മൾ pH ഒന്നുകൂടി കൂട്ടി കൊടുക്കണം. ആൽക്കലൈൻ കണ്ടീഷനിലാണ് ആ ബാക്ടീരിയാസ് ഒക്കെ ഗ്രോ ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കേണ്ട. ഇത് ജസ്റ്റ് ഓർത്ത് വെക്കുക. നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്ന pH എത്രയാണ്? 7.2 to 7.4 ആണ്. ഇതുപോലെ pH മാത്രമല്ല, നമ്മൾ ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആണ് കൊടുക്കുന്നത്. ഓക്കെ, then other ingredients. ഓക്കെ, വേറെ ഏതൊക്കെ അതർ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ വാട്ടർ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, കൾച്ചർ മീഡിയയിൽ വാട്ടർ ഉണ്ടായിരിക്കും. വാട്ടർ എന്തിനാണ് കൊടുക്കുന്നത്? ആക്ട് എസ് എ വെഹിക്കിൾ. പ്യുവർ ഓർ ഡിസ്റ്റിൽഡ് വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം. ഓൾ എൻസൈമാറ്റിക് കൺട്രോൾഡ് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കർ. ദെൻ കോപ്പർ ഡിസ്റ്റിൽഡ് വാട്ടർ ക്യാൻ യൂസ്. ഓക്കെ, ദെൻ എന്താണ് നമ്മുടെ വാട്ടർ എന്താണ്? കൾച്ചർ മീഡിയയിൽ ഒരു വെഹിക്കിൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ എന്താണ് നമുക്ക് പ്യുവർ വാട്ടറോ ഡിസ്റ്റിൽഡ് വാട്ടറോ ഏതെങ്കിലും വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ എന്താണ് കോപ്പർ ഡിസ്റ്റിൽഡ് വാട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദെൻ ഓൾ എൻസൈമാറ്റിക് കൺട്രോൾഡ് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ വാട്ടറിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ, അടുത്തതാണ് പെപ്റ്റോൺ എന്ന് പറയുന്നത്. ഈ പെപ്റ്റോൺ എന്താണ്? നമ്മുടെ എല്ലാ കൾച്ചർ മീഡിയാസിലുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് പെപ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പെപ്റ്റോൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആക്ട് ആസ് ബഫർ. ഓക്കെ, ബഫർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു ഹൈഗ്രോസ്കോപ്പിക് ആണ്. ദെൻ പാർഷ്യലി ഡൈജസ്റ്റഡ് പ്രോട്ടീൻസ് ഒബ്റ്റൈൻഡ് ഫ്രം മീറ്റ്, ഹാർട്ട് മസിൽസ്, കസീൻ, ഫൈബർ, സോയാ മീൻസ് എക്സെട്ര. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പെപ്റ്റോൺസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ ഈ പാർഷ്യലി ഡൈജസ്റ്റഡ് പ്രോട്ടീൻസ് ആണ് ഈ പെപ്റ്റോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എവിടുന്ന് ഒബ്റ്റെയിൻ ചെയ്യും? നമ്മുടെ മീറ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഹാർട്ട് മസിൽസ്, ഇവയിൽ നിന്നെല്ലാം ഒബ്റ്റെയിൻ ചെയ്യുന്ന പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെയാണ് നമ്മൾ പെപ്റ്റോൺ എന്ന് പറയുന്നത്. ഈ പെപ്റ്റോണിൽ എന്താണ് മെയിൻ ആയിട്ട്? ഈ പെപ്റ്റോൺ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നൈട്രജൻ സോഴ്സ് ആയിട്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു ന്യൂട്രിയൻസിൽ ഒരു നൈട്രജൻ സോഴ്സ് വേണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഒരു നൈട്രജൻ സോഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? പെപ്റ്റോൺ ആണ്. ഓക്കെ, ദെൻ എന്താണ്? പ്രോട്ടീസ്, അമിനോ ആസിഡ്, ഇനോർഗാനിക് സാൾട്ട് ആൻഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ്, നിക്കോട്ടിനിക് ആസിഡ് ആൻഡ് റൈബോഫ്ലേവിൻ. അപ്പൊ ഈ പെപ്റ്റോൺസിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത്രയും കണ്ടൻസ് അടങ്ങിയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് പെപ്റ്റോൺ എന്ന് പറയുന്നത്. പെപ്റ്റോൺ നൈട്രജൻ സോഴ്സ് ആണ് മെയിൻ ആയിട്ട് പെപ്റ്റോണിന്റെ ഓക്കെ യൂസ് എന്ന് പറയുന്നത്. നൈട്രജൻ സോഴ്സ് പ്രൊവൈഡ് ചെയ്യുകയാണ് പെപ്റ്റോൺ ചെയ്യുന്നത്. അത് കൂടാതെ പ്രോട്ടീസ്, അമിനോ ആസിഡ്സ്, ഇനോർഗാനിക് സാൾട്ട് ആൻഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ്, ദെൻ നിക്കോട്ടിനിക് ആസിഡ്, റൈബോഫ്ലേവിൻ, ഈ കണ്ടന്റ്സ് ഒക്കെ നമ്മുടെ പെപ്റ്റോൺ നമ്മുടെ മീഡിയക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ഈസ്റ്റ്, prepared from cells of Baker's yeast or Saccharomyces. ഓക്കെ, അപ്പോ ഈ Saccharomyces എന്ന് പറഞ്ഞാൽ അതെന്നാണ് നമ്മുടെ ഈ ഇതിന് കൊടുക്കാൻ വേണ്ടിയുള്ള ഈസ്റ്റ് നമ്മൾ എടുക്കുന്നത്. Then contains carbohydrates, amino acid, growth factors, used as vitamin source. അപ്പൊ വൈറ്റമിൻ സോഴ്സ് ആയിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഈസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നൈട്രജൻ സോഴ്സ് ആയിട്ട് നമ്മൾ പെപ്റ്റോൺ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മീറ്റ് എക്സ്ട്രാക്ട്. ഈ മീറ്റ് എക്സ്ട്രാക്ട് എന്താണ്? നമ്മുടെ കൾച്ചർ മീഡിയാസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
ഒരു സബ്സ്ട്രേറ്റ് ആണ് മീറ്റ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഈ മീറ്റ് എക്സ്ട്രാക്ട് മെയിൻ ആയിട്ട് കാർബണിന്റെയും നൈട്രജന്റെയും സോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ മീറ്റ് എക്സ്ട്രാക്ട് ഉണ്ടാക്കുന്നത്? ഓക്കെ, നമ്മുടെ ഈ മീറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ, മീറ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ബീഫ് പാർട്ടിക്കിൾസ്, ഇവയെല്ലാം നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് അത് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. ബോയിൽ ചെയ്തിട്ട് അതിന്റെ എക്സ്ട്രാക്ട് എടുക്കും. ആ എക്സ്ട്രാക്ട് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിനെ ഇവാപൊറേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ബ്രൗൺ കളർ പേസ്റ്റ് കിട്ടും. ആ പേസ്റ്റ് ആണ് നമ്മുടെ മീറ്റ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോ പ്രിപ്പയർഡ് ഫ്രം ഫ്രഷ് ലീൻ മീറ്റ്, നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മീറ്റിൽ നിന്നാണ് മീറ്റ് എക്സ്ട്രാക്ട് തയ്യാറാക്കുന്നത്. ദെൻ ഇതിൽ എന്തൊക്കെയാണ്? കണ്ടെയ്ൻ ജെലാറ്റിൻ, പ്രോട്ടിയോസ്, അമിനോ ആസിഡ്, കെരാറ്റിൻ, കെരാറ്റിനിൻ, പ്യൂരിൻ, മിനറൽ സോൾട്സ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് വൈറ്റമിൻ ബി ഗ്രൂപ്പ്സ്. ഏകദേശം ഒരുവിധം എല്ലാ സോഴ്സും അടങ്ങിയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് മീറ്റ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഇത് ഓർത്ത് വെക്കുക, കാർബണിന്റെയും നൈട്രജന്റെയും സോഴ്സ് ആണ്. ദെൻ വൈറ്റമിൻസിന്റെ സോഴ്സ് ആണ് മീറ്റ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഏതൊക്കെയാണ് ഒരു കൾച്ചർ മീഡിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്താണ് നമ്മളൊരു മീഡിയ, നമുക്ക് മീഡിയാസിന് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. സോളിഡ് മീഡിയ, സെമി സോളിഡ് മീഡിയ, ലിക്വിഡ് മീഡിയ. ഓക്കെ, അപ്പോൾ ഒരു മീഡിയാസിനെ സോളിഡ് മീഡിയം ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ അതിലേക്ക് എന്ത് ആഡ് ചെയ്യണം? ഒരു സോളിഡിഫയിങ് ഏജന്റ് ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ സോളിഡിഫയിങ് ഏജന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അഗാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലൊരു ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് അഗാറിനെ കണക്കാക്കാം. അതായത് ഒരു മീഡിയയെ സോളിഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് സോളിഡ് മീഡിയ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് അഗാർ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അഗാറിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാല്? അഗാർ എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ യെല്ലോ ഗ്രാനുലാർ പൗഡർ ആണ്. യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് സോളിഡ് മീഡിയം, അഥവാ സോളിഡിഫയിങ് ഏജന്റ് ആയിട്ടാണ് നമ്മൾ അഗാറിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂട്ടോ. ഓക്കെ ആണല്ലോ? ദെൻ ഒബ്റ്റൈൻഡ് ഫ്രം ഡിഫറെന്റ് സീവീഡ്സ് ആൽഗെ, നമ്മുടെ ഈ സീവീഡ്സ് എന്നാണ് നമ്മൾ ഈ സീവീഡ്സ് ആയിട്ടുള്ള ആൽഗയിൽ നിന്നാണ് നമ്മൾ ഈ അഗാർ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോ ഗ്രാസിലേറിയ, ജെലാറ്റിൻ എന്നൊക്കെ പറഞ്ഞ സീവീഡ്സ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ഈ അഗാർ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോറി, ജെലീഡിയം എന്ന് പറഞ്ഞ, ജെലാറ്റിൻ അല്ല, ജെലീഡിയം എന്ന് പറഞ്ഞ ഒരു സീവീഡ് ഉണ്ട്, ആൽഗയാണ്, സീ ആൽഗയാണ്. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ഈ അഗാറിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന് അഗാറിന്റെ പ്രത്യേകത എന്താണ്? അഗാർ പ്രത്യേകിച്ചൊരു ന്യൂട്രിറ്റീവ് വാല്യൂ, നോ ന്യൂട്രിറ്റീവ് വാല്യൂ, നമ്മുടെ മീഡിയക്ക് വേണ്ട, നമ്മുടെ കൾച്ചർ മീഡിയത്തിന് വേണ്ട ഒരു ന്യൂട്രിറ്റീവ് വാല്യൂ അഗാർ നൽകുന്നില്ല. പകരം അത് എന്താണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ? എന്താണ്? ആ മീഡിയയെ സോൾഡിഫൈ ചെയ്യാം. ഓക്കെ, ദെൻ എന്താണ്? നോട്ട് അഫക്റ്റഡ് ബൈ ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ, നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ ഒന്നും അത് അഫക്റ്റ് ചെയ്യുന്നില്ല. ഒരു ന്യൂട്രിയൻസും അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പകരം അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചർ മീഡിയയെ സോളിഡിഫൈ ചെയ്യുക എന്നത് മാത്രമാണ്. ഓക്കെ, then resistant to action of all micro organism, നമ്മുടെ എല്ലാ മൈക്രോ ഓർഗാനിസത്തിന്റെയും ആക്ഷൻ അത് റെസിസ്റ്റൻസ് ചെയ്യും. then എന്താണ്? മെൽറ്റ് അറ്റ് 95 to 98 ഡിഗ്രി സെൽഷ്യസ്, അത് മെൽറ്റ് ചെയ്യുക 95 to 98 ഡിഗ്രി സെൽഷ്യസ് ആണ്. then അത് സോൾഡിഫൈ ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 40 ഡിഗ്രി to 42 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഈ ഒരു ടെമ്പറേച്ചറിന്റെ ഇടയിൽ അത് സോൾഡിഫൈ ആകും. then അത് മെൽറ്റ് ചെയ്യുക 95 to 98 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, then it gets solidified below 40 ഡിഗ്രി സെൽഷ്യസ്. ഇത് പല ബുക്കിലും പലതാണ് കാണുന്നത്. ചില ടെക്സ്റ്റിൽ നമുക്ക് ഇപ്പൊ 42 ഡിഗ്രി സെൽഷ്യസ് ആണ് അത് സോൾഡിഫൈ ആവുന്ന ടെമ്പറേച്ചർ പറയുന്നത്. ചില ടെക്സ്റ്റിൽ അത് ബിലോ 40 ഡിഗ്രി സെൽഷ്യസ് ആണ് പറയുന്നത്. ഓക്കെ, ഇത് നമ്മളൊരു പിന്നെ അതിനെ സോൾഡിഫൈ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര പെർസെന്റേജ് അഗാറാണ് കൊടുക്കേണ്ടത്? 2%. ഓക്കെ, 1.5 to 2% റേഞ്ചിൽ നമ്മൾ ഈ അഗാർ ആഡ് ചെയ്യുമ്പോൾ 1.5 to 2.5 ആയിട്ട് അതിന്റെ പെർസെന്റേജ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ അത്ര ഒരു ഏകദേശം ഒരു 2% ആകുമ്പോൾ തന്നെ നമ്മുടെ മീഡിയ എന്തായി മാറും? ഒരു സോളിഡ് മീഡിയയായി മാറും. ഓക്കെ, then എന്താണ്? ഈസിലി അവൈലബിൾ ആണ്, എക്കണോമിക്കൽ ആണ്. അപ്പൊ നമ്മുടെ കൾച്ചർ മീഡിയയിലെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് സോളിഡിഫയിങ് ഏജന്റ് ആയിട്ടുള്ള അഗാർ എന്ന് പറയുന്നത്. ഈ അഗാറിന്റെ പ്രത്യേകത എന്താണ്? അഗാറിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 95 to 98 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏകദേശം 98 ഡിഗ്രി സെൽഷ്യസ് ആണ് വരിക. ദെൻ അത് സോളിഡ് ആകുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 42 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, 40 to 42 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏകദേശം റേഞ്ച് വരുന്നത്. ഓക്കെ,
അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നമ്മൾ എന്താണ് കൾച്ചർ, എന്താണ് മീഡിയം, അതിലെ ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ പറഞ്ഞു. മീറ്റ് എക്സ്ട്രാക്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് വൈറ്റമിൻ സോഴ്സ്, കാർബൺ സോഴ്സ്, നൈട്രജൻ സോഴ്സ്. ദെൻ പെപ്റ്റോൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പെപ്റ്റോൺ യൂസ് ചെയ്യുന്നത് നൈട്രജൻ സോഴ്സ് ആയിട്ടാണ് പെപ്റ്റോൺ യൂസ് ചെയ്യുന്നത്. ദെൻ ഈസ്റ്റ് എന്താണ്? വൈറ്റമിൻ സോഴ്സ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ സോൾഡിഫയിങ് ഏജന്റ് ആയിട്ടുള്ള അഗാറിനെ കുറിച്ച് പറഞ്ഞു. ഇനിയാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞ നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് മീഡിയാസ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കൾച്ചർ മീഡിയ ആണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ഈ മീഡിയാസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കൾച്ചർ മീഡിയയെ നമ്മൾ പല ക്രൈറ്റീരിയാസ് വെച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് വൺ ആണ് ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ്. ആ മീഡിയയുടെ കൺസിസ്റ്റൻസി വെച്ചിട്ട് നമ്മൾ അതിനെ ലിക്വിഡ് മീഡിയ, സെമി സോളിഡ് മീഡിയ, സോളിഡ് മീഡിയ, അങ്ങനെ 3 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്താണ്? ലിക്വിഡ് മീഡിയ ഉണ്ട്, സെമി സോളിഡ് മീഡിയയുണ്ട്, ദെൻ സോളിഡ് മീഡിയയുണ്ട്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? ബേസ്ഡ് ഓൺ പ്രസൻസ് ഓഫ് മോളിക്കുലാർ ഓക്സിജൻ ആൻഡ് റെഡ്യൂസിങ് സബ്സ്റ്റൻസസ്. അതായത് മോളിക്കുലാർ ഓക്സിജന്റെ പ്രസൻസിൽ എയറോബിക് മീഡിയയുണ്ട്, അനൈറോബിക് മീഡിയയുണ്ട്. ഓക്കെ, എയറോബിക് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ പ്രസന്റ് ആയിട്ടുള്ള മീഡിയ. ചില മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാൻ ഓക്സിജൻ അത്യാവശ്യമാണ്. ഓക്കെ, അത്തരം മൈക്രോ ഓർഗാനിസത്തെ ഗ്രോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മീഡിയമാണ് എയറോബിക് മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എന്താണ്? അനൈറോബിക് മീഡിയ. അനൈറോബിക് മീഡിയ എന്താണ്? ചില മൈക്രോ ഓർഗാനിസത്തിന് ഓക്സിജൻ ടോക്സിക് ആയിരിക്കും. ഓക്കെ, ഓക്സിജന്റെ പ്രസൻസ് പാടേ ഇല്ല. അപ്പൊ അങ്ങനെ ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാത്ത മീഡിയയാണ് അനൈറോബിക് മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിശദമായിട്ട് പഠിക്കും അനൈറോബിക് മീഡിയാസിന്റെ എയറോബിക് മീഡിയ, അതിന്റെ ഒക്കെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ്. അപ്പൊ നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ മൈക്രോ ഓർഗാനിസത്തിനും ഗ്രോ ചെയ്യാൻ ഡിഫറെന്റ് ബേസിക് ആയിട്ടുള്ള ന്യൂട്രീഷന് പുറമെ ചില ഓർഗാനിസത്തിന് ചില പ്രത്യേക തരം ന്യൂട്രിയൻസ് ആവശ്യമുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് അനുസരിച്ച് നമ്മൾ നമ്മുടെ കൾച്ചർ മീഡിയയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ മീഡിയ, കോംപ്ലക്സ് മീഡിയ, സിന്തറ്റിക് മീഡിയ, സ്പെഷ്യൽ മീഡിയ. ഓക്കെ, ദെൻ ഈ സ്പെഷ്യൽ മീഡിയ തന്നെ 5 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? 6 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? എൻറിച്ച്ഡ് മീഡിയ, എൻറിച്ച്മെന്റ് മീഡിയ, സെലക്റ്റീവ് മീഡിയ, ഡിഫറൻഷ്യൽ മീഡിയ, ഇൻഡിക്കേറ്റർ മീഡിയ, ട്രാൻസ്പോർട്ട് മീഡിയ, ഷുഗർ മീഡിയ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. നമ്മുടെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത് നമ്മുടെ കൾച്ചർ മീഡിയയെ അതിന്റെ കൺസിസ്റ്റൻസി വെച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ഓക്സിജന്റെ പ്രസൻസ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ അതിന്റെ ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ്. ആ ന്യൂട്രീഷണൽ ഫാക്ടേഴ്സിൽ സിമ്പിൾ മീഡിയ, കോംപ്ലക്സ് മീഡിയ, സിന്തറ്റിക് മീഡിയ, സ്പെഷ്യൽ മീഡിയ. ദെൻ ഈ സ്പെഷ്യൽ മീഡിയയെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എൻറിച്ച്ഡ് മീഡിയ, എൻറിച്ച്മെന്റ് മീഡിയ, സെലക്റ്റീവ് മീഡിയ, ഡിഫറൻഷ്യൽ മീഡിയ, ഇൻഡിക്കേറ്റർ മീഡിയ, ട്രാൻസ്പോർട്ട് മീഡിയ, ഷുഗർ മീഡിയ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് കടക്കാം. ഓക്കെ, എന്താണ് സോളിഡ് മീഡിയം? ഓക്കെ, ഫസ്റ്റ് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? നമ്മൾ പറഞ്ഞു ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റിനെ കുറിച്ച്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ സോളിഡ് മീഡിയം. സോളിഡ് മീഡിയത്തിൽ എന്താണ്? അഗാർ ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സോൾഡിഫയിങ് ഏജന്റ്. അഗാർ ആണ് നമ്മൾ മോസ്റ്റ് സോൾഡിഫയിങ് ഏജന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ്. എന്താണ്? അഗാർ ആണ്. Solid medium contain agar at a concentration of 1.5 to 2.5% or some other mostly inert solidifying agent. അപ്പൊ നമ്മൾ എത്രയാണ് ഇതിന്റെ പെർസെന്റേജ്? സാധാരണയായിട്ട് 1.5 to 2.5 ആണ്. ഓക്കെ, അപ്പോ ഏകദേശം ഒരു 2 ആകുമ്പോഴത്തേന് അത് സോളിഡ് ആയിട്ട് മാറും. അപ്പൊ അതിന്റെ സോളിഡ് മീഡിയ ആകുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എത്ര പെർസെന്റേജ്, എത്രയാണ് അതിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ നൽകേണ്ടത്? 1.5 to 2% നമ്മൾ അഗാർ ആഡ് ചെയ്യുമ്പോഴാണ് എന്തായി മാറുന്നത്? ആ മീഡിയം എന്തായി മാറുന്നത്? സോളിഡ് ആയി മാറുന്നത്. ഓക്കെ, ദെൻ എന്താണ്? സോളിഡ് മീഡിയം ഹാസ് ഫിസിക്കൽ സ്ട്രക്ചേഴ്സ് ആൻഡ് അലോ ബാക്ടീരിയ ടു ഗ്രോ ഇൻ ഫിസിക്കലി ഇൻഫർമേറ്റീവ് ഓർ യൂസ്ഫുൾ വേ. എന്താണ്? സോളിഡ് മീഡിയം ഈസ് യൂസ്ഫുൾ ഫോർ ഐസൊലേറ്റിംഗ് ബാക്ടീരിയ ഓർ ഫോർ ഡിറ്റർമൈനിങ് ദ കോളനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐസൊലേറ്റ്. അപ്പോ മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നമ്മൾ സോളിഡ് മീഡിയത്തിൽ നമ്മൾ എത്രയാണ് അഗാർ യൂസ് ചെയ്യുന്നത്? 1.5 to
2%. ദെൻ സെമി സോളിഡ് മീഡിയ. സെമി സോളിഡ് മീഡിയയിൽ എത്രയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? 0.5%. ഓക്കെ, അപ്പൊ ഏകദേശം 0.2 to 0.5% ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അഗാറ്. അങ്ങനെയാണെങ്കിൽ ഒരു 0.5% അഗാറാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് സെമി സോളിഡ് മീഡിയ ആണ്. 1.5 to 2% ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് സോളിഡ് മീഡിയ ആണ്. ഓക്കെ, ദെൻ ലിക്വിഡ് മീഡിയം. ഈ ലിക്വിഡ് മീഡിയത്തിന്റെ മറ്റൊരു പേരാണ് ബ്രോത്ത്. ഓക്കെ, നമ്മൾ ഇതിനെ ബ്രോത്ത് എന്നും പറയും. then എന്താണ്? ബാക്ടീരിയ ഗ്രോ യൂണിഫോംലി പ്രൊഡ്യൂസിങ് ജനറൽ ടർബിഡ്. എക്സാമ്പിൾ ന്യൂട്രിയന്റ് ബ്രോത്ത്. അപ്പൊ ലിക്വിഡ് മീഡിയക്ക് ഒരു എക്സാമ്പിൾ ആണ് ന്യൂട്രിയന്റ് ബ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, then എന്തിനാണ്? ദിസ് മീഡിയ കണ്ടെയ്ൻ സ്പെസിഫിക് എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് ബട്ട് ഡോണ്ട് ഹാവ് ട്രേസ് ഓഫ് ജെല്ലിംഗ് ഏജന്റ് സച്ച് എസ് ജെലാറ്റിൻ ഓർ അഗാർ. ഈ ലിക്വിഡ് മീഡിയയുടെ പ്രത്യേകത എന്താണ്? അതിലൊരു ജെല്ലിംഗ് ഏജന്റ് അല്ലെങ്കിൽ സോളിഡിഫൈങ് ഏജന്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. ക്ലിയർ ലിക്വിഡ് ആയിരിക്കും. ഓക്കെ, നല്ല ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡ് ആയിരിക്കും. അപ്പൊ ഈ ലിക്വിഡ് മീഡിയയുടെ മറ്റൊരു പേരാണ് ബ്രോത്ത്. അപ്പൊ ഇതിന് എക്സാമ്പിൾ ആണ് ന്യൂട്രിയന്റ് ബ്രോത്ത്. അപ്പൊ ലിക്വിഡ് മീഡിയയുടെ ഒരു എക്സാമ്പിൾ ആണ് ന്യൂട്രിയന്റ് ബ്രോത്ത് എന്ന് പറയുന്നത്. Then broth medium serves various purposes such as propagation of large number of organisms, fermentation studies and various other tests. Example sugar fermentation test. അപ്പൊ നമ്മുടെ ഈ ഷുഗർ ഫെർമെന്റേഷൻ ടെസ്റ്റ്, ദെൻ ഫെർമെന്റേഷൻ സ്റ്റഡീസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയയാണ് ലിക്വിഡ് മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ ആണല്ലോ. അപ്പൊ ലിക്വിഡ് മീഡിയ എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ് മീഡിയ നമ്മൾ ബ്രോത്ത് എന്ന് പറയും. അതിനൊരു എക്സാമ്പിൾ ആണ് ന്യൂട്രിയന്റ് ബ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ എന്തുണ്ടാവില്ല? ഒരു സോൾഡിഫൈങ് ഏജന്റ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. എന്താണ്? നമ്മുടെ ഷുഗർ ഫെർമെന്റേഷൻ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ലിക്വിഡ് മീഡിയ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഏത്? ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ്. ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റിൽ കഴിഞ്ഞു. then എന്താണ്? നമുക്ക് ഈ ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ്, അതാണ് നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ പറയാനുള്ളത്. ഓക്കെ, അടുത്ത ക്ലാസിഫിക്കേഷൻ എന്താണ്? സിമ്പിൾ മീഡിയ. അപ്പൊ എന്താണ് സിമ്പിൾ മീഡിയ എന്ന് പറഞ്ഞാല്? സിമ്പിൾ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ മിനിമം അഡിക്വേറ്റ്, മിനിമം ന്യൂട്രീഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഒരു മീഡിയ തയ്യാറാക്കുക. അതായത് സിമ്പിൾ മീഡിയയെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ബേസൽ മീഡിയ എന്നും പറയും. then എന്താണിത്? കൾച്ചർ മീഡിയ വിച്ച് കണ്ടെയ്ൻ ദ മിനിമം അഡിക്വേറ്റ് ന്യൂട്രീഷൻ ഫോർ നോൺ ഫാസ്റ്റീഡിയസ് ഓർഗാനിസം. ഓക്കെ, അതായത് നോൺ ഫാസ്റ്റീഡിയസ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാസ്റ്റീഡിയസ് ഓർഗാനിസം എന്ന് പറഞ്ഞാല്, ഫാസ്റ്റീഡിയസ് ഓർഗാനിസം എന്ന് പറഞ്ഞാല് ആ ഓർഗാനിസത്തിന് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ന്യൂട്രിയൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പൊ ബ്ലഡ്, ചില ഓർഗാനിസത്തിന് നമുക്ക് ചില മൈക്രോ ഓർഗാനിസത്തെ ഗ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്ലഡ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ചിലതിന് എഗ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതൊന്നും ആവശ്യമില്ലാത്ത, അങ്ങനെ ചില പ്രത്യേക നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ന്യൂട്രിയൻസ് ഒന്നും ആഡ് ചെയ്യേണ്ടാത്ത മീഡിയാസിനെയാണ് നമ്മൾ സിമ്പിൾ മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ മീഡിയയുടെ മറ്റൊരു പേരാണ് ബേസൽ മീഡിയ. അപ്പൊ ഈ ബേസൽ മീഡിയയുടെ പ്രത്യേകത എന്താണ്? അതിൽ മിനിമം അഡിക്വേറ്റ് ന്യൂട്രീഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട. ഓക്കെ, ഓക്കെ ആണല്ലോ. ദെൻ അപ്പോ അതായത് നമ്മളിപ്പോ ഈ സിമ്പിൾ മീഡിയ ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? നോൺ ഫാസ്റ്റീഡിയസ് ആയിട്ടുള്ള ഓർഗാനിസം. അപ്പൊ എന്താണ് ഫാസ്റ്റീഡിയസ് ഓർഗാനിസം എന്ന് പറഞ്ഞാല്? ഓൺലി ഗ്രോ വെൻ സ്പെസിഫിക് ന്യൂട്രിയൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ്. അവയുടെ ഡയറ്റിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആഡ് ചെയ്താൽ മാത്രമേ ഫാസ്റ്റീഡിയസ് ആയിട്ടുള്ള ഓർഗാനിസം ഗ്രോ ചെയ്യുകയുള്ളൂ. എന്നാൽ നോൺ ഫാസ്റ്റീഡിയസ് ആയിട്ടുള്ള ഓർഗാനിസം ആണ് നമ്മൾ സിമ്പിൾ മീഡിയയിൽ യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്? അവയ്ക്ക് മിനിമം ന്യൂട്രിയൻസ് മതി, മിനിമം ന്യൂട്രീഷനിൽ അവയ്ക്ക് ഗ്രോ ചെയ്യാൻ കഴിയും. നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട. ഓക്കെ, then സിമ്പിൾ മീഡിയാസിന് എക്സാമ്പിൾസ് ആണ് എന്തൊക്കെ? ഒന്ന് ന്യൂട്രിയന്റ് ബ്രോത്ത്, then ന്യൂട്രിയന്റ് അഗാർ, then എന്താണ്? പെപ്റ്റോൺ വാട്ടർ. ഓക്കെ, അപ്പോ ഫസ്റ്റ് വൺ എന്താണ്? ന്യൂട്രിയന്റ് ബ്രോത്ത്, then ന്യൂട്രിയന്റ് അഗാർ, then എന്താണ്? പെപ്റ്റോൺ വാട്ടർ. ഓക്കെ, then ഇതിന്റെ കോമ്പോസിഷൻ ആണ് പറയുന്നത്. നമ്മൾ ഈ പെപ്റ്റോൺ വാട്ടറിന്റെ കോമ്പോസിഷൻ ആണ് പറയുന്നത്. എന്താണ്? ന്യൂട്രിയന്റ് ബ്രോത്തിന്റെ കോമ്പോസിഷൻ ആണ് പറയുന്നത്. ലാബിൽ എംകോ 10 ഗ്രാം. ലാബിൽ എംകോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീറ്റ് എക്സ്ട്രാക്ട് ആണ് കേട്ടോ. അതായത് ന്യൂട്രിയന്റ് ബ്രോത്തിന്റെ കോമ്പോസിഷൻ ആണ് പറയുന്നത്. അപ്പൊ എന്താണ്? ന്യൂട്രിയന്റ് ബ്രോത്തിന്റെ ലാബിൽ എംകോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സപ്ലയറിന്റെ പേരാണ്. നമ്മുടെ മീറ്റ് എക്സ്ട്രാക്ടിന്റെ ഇപ്പോൾ കെമിക്കൽ സപ്ലയേഴ്സ് ഉണ്ടാകുമല്ലോ, അതിന്റെ പേരാണ് നമ്മൾ ലാബിൽ എംകോ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ,
അപ്പൊ ലാബിൽ എംകോ. ദെൻ എന്താണ്, ദെൻ സെക്കൻഡ് ഇൻഗ്രീഡിയൻസ് എന്താണ്, പെപ്റ്റോണ്, പിന്നെ സോഡിയം ക്ലോറൈഡ്, ദെൻ ഡിസ്റ്റിൽഡ് വാട്ടർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏതിന്റെ, ന്യൂട്രിയന്റ് ബ്രോത്തിന്റെ. ദെൻ ഈ ന്യൂട്രിയന്റ് ബ്രോത്തിലേക്ക് നമ്മൾ 2 to 3% അഗാർ ആഡ് ചെയ്താൽ എന്തായി മാറും, അത് ന്യൂട്രിയന്റ് അഗാറായി മാറും. ഓക്കെ, അപ്പോ ഏതൊക്കെയാണ് നമ്മുടെ സിമ്പിൾ മീഡിയയെ കുറിച്ചാണ് പറയുന്നത്. സിമ്പിൾ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്, മിനിമം അഡിക്വേറ്റ് ന്യൂട്രീഷ്യൻസ് ഉൾക്കൊണ്ടിട്ടുള്ള മീഡിയ ആണ് സിമ്പിൾ. അതിൽ സ്പെഷ്യൽ ആയിട്ട് വേറെ ന്യൂട്രിയൻസ് ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടതില്ല. അത്തരം മീഡിയാസിനെയാണ് നമ്മൾ സിമ്പിൾ മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ സിമ്പിൾ മീഡിയക്ക് എക്സാമ്പിൾ ആണ് എന്ത്, നമ്മുടെ ന്യൂട്രിയന്റ് ബ്രോത്ത്, ന്യൂട്രിയന്റ് അഗാർ, പെപ്റ്റോൺ വാട്ടർ എന്നൊക്കെ പറയുന്നത്. ഇത് ന്യൂട്രിയന്റ് ബ്രോത്തിന്റെ കോമ്പോസിഷൻ ആണ് പറയുന്നത്. എന്തൊക്കെയാണ് അതിൽ ആഡ് ചെയ്യുന്നത്, ലാബ് ലെംകോ അഥവാ മീറ്റ് എക്സ്ട്രാക്ട് 10 ഗ്രാം, പെപ്റ്റോൺ 10 ഗ്രാം, സോഡിയം ക്ലോറൈഡ് 5 ഗ്രാം, ഡിസ്റ്റിൽഡ് വാട്ടർ 1000 ml. ഓക്കെ, ഇത് 1000-ലാണ് കണക്ക് പറയുന്നത്. ദെൻ എന്താണ്, അതിലേക്ക് 2 to 3% അഗാർ ആഡ് ചെയ്താൽ എന്തായി മാറും, 2 to 3% അഗാർ ആഡ് ചെയ്താൽ അതൊരു ന്യൂട്രിയന്റ് അഗാറായി മാറും. ഓക്കെ, ന്യൂട്രിയന്റ് ബ്രോത്തിലേക്ക് നമ്മൾ 2 to 3% അഗാർ ആഡ് ചെയ്താൽ അത് ന്യൂട്രിയന്റ് അഗാറായിട്ട് മാറും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതിനെന്താണ് നമ്മുടെ സെമി സോളിഡ് മീഡിയയുടെ പ്രത്യേകത എന്താണ്, സെമി സോളിഡ് ആണെങ്കിൽ അതിൽ എത്രയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, 0.2 to 0.4%. ഓക്കെ, അപ്പൊ 0.2 to 0.4% അഗാർ ആഡ് ചെയ്ത് കൊടുത്താൽ അത് എന്തായി മാറും, സെമി സോളിഡ് ന്യൂട്രിയന്റ് അഗാറായി മാറും. ഓക്കെ, ഇതിന് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, ദിസ് ഈസ് ദ ബേസിസ് ഫോർ മോസ്റ്റ്. അപ്പൊ ഈ സിമ്പിൾ മീഡിയയുടെ യൂസസ് ആണ് പറയുന്നത്. ഈ സിമ്പിൾ മീഡിയ എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ദിസ് ഈസ് ദ ബേസിസ് ഓഫ് മോസ്റ്റ് ഓഫ് ദ മീഡിയ. ഇത് ബേസ് ആയി വെച്ചുകൊണ്ടാണ് നമ്മൾ പല മറ്റു മീഡിയാസ്, നമ്മൾ സ്പെഷ്യൽ മീഡിയാസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്, ഈ സിമ്പിൾ മീഡിയ ബേസ് ആയി വെച്ചുകൊണ്ടാണ്. ഓക്കെ, ദിസ് ഈസ് ദ ബേസിസ് ഓഫ് മോസ്റ്റ് ഓഫ് ദ മീഡിയ യൂസ്ഡ് ഇൻ ദ സ്റ്റഡി അറ്റ് കോമൺ പാത്തോജനിക് ബാക്ടീരിയ. നമ്മുടെ കോമൺ ആയിട്ടുള്ള പാത്തോജനിക് ബാക്ടീരിയയുടെ സ്റ്റഡിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ബേസിക് മീഡിയം ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സബ് കൾച്ചേഴ്സ് ഓഫ് സർട്ടൻ ഓർഗാനിസം. ഓക്കെ, അപ്പൊ സർട്ടൻ ഓർഗാനിസത്തിന്റെ സബ് കൾച്ചേഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് മീഡിയയാണ് യൂസ് ചെയ്യുന്നത്, സിമ്പിൾ മീഡിയ. ഓക്കെ, സിമ്പിൾ മീഡിയ എന്ന് പറഞ്ഞാൽ അത് ബേസ് ആയിട്ടുള്ള മീഡിയ ആണ്. അതിൽ മിനിമം ന്യൂട്രിയൻസ് മാത്രമേ ഉണ്ടാകുള്ളൂ. അതിന്റെ എക്സാമ്പിൾ ആണ് ന്യൂട്രിയൻ ബ്രോത്ത്, അല്ലെങ്കിൽ ന്യൂട്രിയന്റ് അഗാർ, അല്ലെങ്കിൽ പെപ്റ്റോൺ വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിലേക്ക് നമ്മൾ 2 to 3% അഗാർ ആഡ് ചെയ്താൽ അത് ന്യൂട്രിയന്റ് അഗാറായി മാറും. ദെൻ 0.2 to 0.4% അഗാർ ആഡ് ചെയ്താൽ അത് എന്തായി മാറും, സെമി സോളിഡ് ന്യൂട്രിയന്റ് അഗാറായിട്ട് മാറും. ദെൻ ഇതെന്താണ്, നമ്മുടെ കോമൺ ആയിട്ടുള്ള പാത്തോജൻസിനെ നമുക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിമ്പിൾ മീഡിയ യൂസ് ചെയ്യുന്നത്. ദെൻ എന്താണ്, ഇത് ബേസ് ആയി വെച്ചുകൊണ്ടാണ് നമ്മൾ മറ്റു പല മീഡിയാസും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. ഇതിനെന്താണ്, അടുത്തതാണ് നമ്മൾ പറഞ്ഞ ഒരു സിമ്പിൾ മീഡിയ നമ്മൾ പറഞ്ഞു. അതിനൊരു എക്സാമ്പിൾ ആണ് പെപ്റ്റോൺ വാട്ടർ എന്ന് പറയുന്നത്. ദെൻ പെപ്റ്റോൺ വാട്ടറിന്റെ പ്രത്യേകത എന്താണ്, ബേസിക് ലിക്വിഡ് മീഡിയ ആണ്. പെപ്റ്റോൺ വാട്ടർ എന്താണ്, ബേസിക് ലിക്വിഡ് മീഡിയം ആണ്. അതെന്താണ്, ക്ലിയർ ആയിട്ടുള്ള കളർലെസ് ആയിട്ടുള്ള വാട്ടറി ആയിട്ടുള്ള, നമുക്ക് സാധാരണ നമ്മൾ ടെസ്റ്റ് ട്യൂബിലൊക്കെ എടുത്തിട്ടാണ് അത് ചെയ്യാം. അപ്പൊ അത് ക്ലിയർ ആയിട്ടുള്ള കളർലെസ് ആയിട്ടുള്ള വാട്ടറി ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ് നമ്മുടെ ലിക്വിഡ് മീഡിയ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ കോമ്പോസിഷൻ എന്താണ്, പെപ്റ്റോണിന്റെ കോമ്പോസിഷൻ എന്താണ്, സോഡിയം ക്ലോറൈഡ് 5 ഗ്രാം, വാട്ടർ 1 ലിറ്റർ. ഓക്കെ, അപ്പൊ 1 ലിറ്റർ വാട്ടർ, സോഡിയം ക്ലോറൈഡ് എന്താണ് 5 ഗ്രാം, അതാണ് പെപ്റ്റോൺ വാട്ടർ. ഓക്കെ, പെപ്റ്റോൺ വാട്ടറിന്റെ പ്രത്യേകത, ഈ പെപ്റ്റോൺ വാട്ടറിലേക്ക് നമ്മൾ മീറ്റ് എക്സ്ട്രാക്ട് ആഡ് ചെയ്താൽ അത് ന്യൂട്രിയന്റ് ബ്രോത്ത് ആയി മാറി. ഓക്കെ, പെപ്റ്റോൺ വാട്ടർ എന്ന് പറഞ്ഞാൽ അതിലെന്താണ്, അതില് മീറ്റ് എക്സ്ട്രാക്ട് ഉണ്ടായിരിക്കില്ല. ഇതിലേക്ക് നമ്മൾ മീറ്റ് എക്സ്ട്രാക്ട് ആഡ് ചെയ്താൽ അത് ന്യൂട്രിയന്റ് ബ്രോത്ത് ആയി മാറും. ഓക്കെ ആണല്ലോ. എന്താണ് യൂസ് ഓഫ് പെപ്റ്റോൺ വാട്ടർ, എന്താണ് പെപ്റ്റോൺ വാട്ടറിന്റെ
യൂസസ് എന്തൊക്കെയാണ്? ദ മീഡിയ ഈസ് യൂസ്ഡ് ചീഫ്ലി ആസ് ദ ബേസിസ് ഫോർ കാർബോഹൈഡ്രേറ്റ് ഫെർമെന്റേഷൻ മീഡിയ. നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഫെർമെന്റേഷൻ മീഡിയയുടെ എന്താണ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട്, അതായത് കാർബോഹൈഡ്രേറ്റ് ഫെർമെന്റേഷൻ മീഡിയ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെപ്റ്റോൺ വാട്ടർ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് ന്യൂട്രിയന്റ് ബ്രോത്ത് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂട്രിയന്റ് ബ്രോത്ത് എന്താണെന്നാണ് പറയുന്നത്? മേ കണ്ടെയ്ൻ എ സ്മാൾ എമൗണ്ട് ഓഫ് ഷുഗർ ഡിറൈവ്ഡ് ഫ്രം മീറ്റ്. അതായത് നമ്മുടെ മീറ്റ് പാർട്ടിക്കിൾസിൽ നിന്നും നമ്മൾ ന്യൂട്രിയന്റ് പെപ്റ്റോൺ വാട്ടറിലേക്ക് മീറ്റ് എക്സ്ട്രാക്ട് ആഡ് ചെയ്താലാണ് ന്യൂട്രിയന്റ് ബ്രോത്ത് കിട്ടുക എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്തിനാണ് ഇതിലേക്ക് നമ്മൾ മീറ്റ് എക്സ്ട്രാക്ട് ആഡ് ചെയ്യുന്നത്? മീറ്റിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ഷുഗേഴ്സ്, they contain small amount of sugar derived from meat, and it is essential that the basal medium to which various carbohydrates are added for fermentation test should be free from natural sugars. Okay, അപ്പൊ നമ്മുടെ അതായത് നമ്മൾ ഫെർമെന്റേഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നാച്ചുറൽ ഷുഗേഴ്സിൽ നിന്നും ഫ്രീ ആവാൻ വേണ്ടിയിട്ട് എന്താണ്, നമ്മുടെ ഷുഗർ ഡിറൈവ്ഡ് ഫ്രം മീറ്റിൽ നിന്നും ഡിറൈവ് ചെയ്ത ഷുഗർ ആണ് നമ്മളിവിടെ ന്യൂട്രിയൻ ബ്രോത്തിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനടുത്തത് എന്താണ്? ന്യൂട്രിയന്റ് ബ്രോത്തിനെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ന്യൂട്രിയൻ ബ്രോത്ത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ടു ടെസ്റ്റ് ദ ഫോർമേഷൻ ഓഫ് ഇൻഡോളിന്റെ ഫോർമേഷന് വേണ്ടിയിട്ട്. ദെൻ കൾച്ചർ ഓഫ് ഓർഗാനിസം ഫോർ ഡെമോൺസ്ട്രേഷൻ ഓഫ് മോട്ടിലിറ്റി. ഓക്കെ, നമ്മുടെ ഓർഗാനിസത്തിന്റെ മോട്ടിലിറ്റി ഒക്കെ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി, അതിന്റെ സ്റ്റഡിക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂട്രിയന്റ് ബ്രോത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ മീഡിയയെ കുറിച്ചാണ്. സിമ്പിൾ മീഡിയക്ക് എക്സാമ്പിൾ ആണ് ന്യൂട്രിയൻ ബ്രോത്ത്, ന്യൂട്രിയന്റ് അഗാർ, പെപ്റ്റോൺ വാട്ടർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഫസ്റ്റ് പെപ്റ്റോൺ വാട്ടറിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് പെപ്റ്റോൺ വാട്ടർ എന്ന് പറഞ്ഞാല്? ബേസിക് ആയിട്ടുള്ള ലിക്വിഡ് മീഡിയ ആണ്, ക്ലിയർ ആണ്, കളർലെസ് ആണ്. നമ്മൾ ടെസ്റ്റ് ട്യൂബിലാണ് അത് എടുക്കുക. അതിന്റെ കോമ്പോസിഷൻ പറഞ്ഞു. എന്താണ്? അതിൽ പെപ്റ്റോൺ ഉണ്ടായിരിക്കും, സോഡിയം ക്ലോറൈഡ്, ദെൻ വാട്ടർ. ഓക്കെ, ദെൻ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പെപ്റ്റോൺ വാട്ടർ യൂസ് ചെയ്യുന്നത്? ദെൻ എന്തിനു വേണ്ടിയിട്ടാണ്? കാർബോഹൈഡ്രേറ്റ് ഫെർമെന്റേഷൻ മീഡിയ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെപ്റ്റോൺ വാട്ടർ യൂസ് ചെയ്യുന്നത്. ദെൻ ന്യൂട്രിയന്റ് ബ്രോത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ന്യൂട്രിയന്റ് ബ്രോത്ത് എന്താണ്? പെപ്റ്റോൺ വാട്ടറിലേക്ക് നമ്മൾ മീറ്റ് എക്സ്ട്രാക്ട് ആഡ് ചെയ്യുമ്പോൾ അത് ന്യൂട്രിയന്റ് ബ്രോത്ത് ആയി മാറും. ഈ ന്യൂട്രിയന്റ് ബ്രോത്തിൽ എന്താണ്? ഷുഗേഴ്സ് ഡിറൈവ്ഡ് ഫ്രം മീറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കാർബോഹൈഡ്രേറ്റ് ഫെർമെന്റേഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ന്യൂട്രിയന്റ് ബ്രോത്ത് യൂസ് ചെയ്യുന്നത്. അതിലെന്താണ്? നമ്മളെ ഈ മീറ്റിൽ നിന്നും ഡിറൈവ് ചെയ്ത ഷുഗേഴ്സ് ആണ് അവിടെ ന്യൂട്രിയന്റ് ബ്രോത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ന്യൂട്രിയന്റ് ബ്രോത്തിന്റെ യൂസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദ ഫോർമേഷൻ ഓഫ് ഇൻഡോളിന്റെ ഫോർമേഷന് വേണ്ടിയിട്ട്. ദെൻ കൾച്ചർ ഓഫ് ഓർഗാനിസം ഫോർ ഡെമോൺസ്ട്രേഷൻ ഓഫ് മോട്ടിലിറ്റി, നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന്റെ മോട്ടിലിറ്റിയെ കുറിച്ചുള്ള സ്റ്റഡിക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂട്രിയന്റ് ബ്രോത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ടൈപ്പാണ് കോംപ്ലക്സ് മീഡിയ. നമ്മൾ ന്യൂട്രീഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു, സിമ്പിൾ മീഡിയ. ദെൻ സെക്കൻഡ് ടൈപ്പ് എന്താണ്? കോംപ്ലക്സ് മീഡിയ. ഓക്കെ, അപ്പൊ ഇനി എന്താണ് സിമ്പിൾ മീഡിയത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. ദെൻ എന്താണ് കോംപ്ലക്സ് മീഡിയ? Okay, complex media have added ingredients for bringing out certain properties or providing special nutrients required for growth of bacteria. Okay, എന്താണ് കോംപ്ലക്സ് മീഡിയ എന്ന് പറഞ്ഞാല്? നമ്മളിപ്പോ ഈ ബേസിൽ മീഡിയത്തെ കുറിച്ച് പറഞ്ഞു, സിമ്പിൾ മീഡിയയെ കുറിച്ച് പറഞ്ഞു. അതിലേക്ക് നമ്മൾ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ മീഡിയയിലുള്ള ന്യൂട്രിയൻസിന് പുറമെ നമ്മൾ ആഡഡ് ഇൻഗ്രീഡിയൻസ് മറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ തയ്യാറാക്കുന്ന മീഡിയത്തിനെയാണ് നമ്മൾ കോംപ്ലക്സ് മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ കോംപ്ലക്സ് മീഡിയത്തിൽ ഏതൊക്കെയാണുള്ളത്? സിന്തറ്റിക് മീഡിയ, സെമി ഡിഫൈൻഡ് മീഡിയ. അപ്പൊ എന്താണ് സിന്തറ്റിക് മീഡിയ എന്ന് പറഞ്ഞാല്? ദീസ് ആർ പ്രിപ്പയർഡ് ഫ്രം പ്യുവർ കെമിക്കൽസ് ആൻഡ് ദ എക്സാക്ട് കോമ്പോസിഷൻ ഓഫ് മീഡിയം ഈസ് വെരി വെൽ നോൺ. എങ്ങനെയാണ് നമ്മളൊരു സിന്തറ്റിക് മീഡിയ? അത് നമുക്കിപ്പോ മീറ്റ് എക്സ്ട്രാക്ട് ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രിപ്പയർ ചെയ്യാതെ അതിന്റെ കെമിക്കൽസ് യൂസ് ചെയ്യാം. ഓക്കെ, ദീസ് ആർ പ്രിപ്പയർഡ് ഫ്രം പ്യുവർ കെമിക്കൽസ്. അത് വാങ്ങാൻ കിട്ടും, കെമിക്കലായിട്ട് അത് വാങ്ങാൻ കിട്ടും. ഓക്കെ, അങ്ങനെ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ മീഡിയ പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ അപ്പൊ എന്താണ്? അതിന്റെ എക്സാക്ട് കോമ്പോസിഷൻ ഓഫ് മീഡിയം ഈസ് വെരി വെൽ നോൺ. സിന്തറ്റിക് മീഡിയയുടെ എക്സാക്ട് കോമ്പോസിഷൻ നമുക്ക്
നന്നായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, അങ്ങനെ എക്സാക്ട് കോമ്പോസിഷൻ അറിയാൻ പറ്റുന്ന മീഡിയയാണ് സിന്തറ്റിക് മീഡിയ എന്ന് പറയുന്നത്. അങ്ങനെ സിന്തറ്റിക് മീഡിയയുടെ എക്സാമ്പിൾ എന്താണ്? ഡുബോസ് മീഡിയം. ഓക്കെ, അപ്പൊ ഈ ഡുബോസ് മീഡിയം എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് മീഡിയക്ക് എക്സാമ്പിൾ ആണ്. ഇതിന് എന്താണ് സെമി ഡിഫൈൻഡ് മീഡിയ എന്ന് പറഞ്ഞാല്? സെമി ഡിഫൈൻഡ് മീഡിയ എന്ന് പറഞ്ഞാല് എക്സാക്ട് കോമ്പോസിഷൻ നമ്മുടെ മീഡിയയുടെ എന്താണ്, നമുക്ക് എക്സാക്ട് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്വന്റ് ഈസ് നോട്ട് നോൺ ബിക്കോസ് സബ്സ്റ്റൻസസ് ലൈക്ക് മീറ്റ് ആൻഡ് പെപ്റ്റോൺസ് ആർ യൂസ്ഡ്. നമ്മൾ ഇതിൽ നമ്മുടെ മീറ്റും പെപ്റ്റോൺസും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാകും. ഇതിന് അതെന്താണ്, അതിന്റെ എക്സാക്ട് കെമിക്കൽ കോമ്പോസിഷൻ നമുക്ക് അറിയില്ല. ഓക്കെ, സിന്തറ്റിക് മീഡിയയിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ എക്സാക്ട് കെമിക്കൽ കോമ്പോസിഷൻ നമുക്കറിയും. അതിനെയാണ് സിന്തറ്റിക് മീഡിയ എന്ന് പറയുന്നത്. എന്നാൽ സെമി ഡിഫൈൻഡ് മീഡിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ എക്സാക്ട് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്വൻസിന്റെ കെമിക്കൽ കോമ്പോസിഷൻ നമുക്ക് എക്സാക്ട് ആയിട്ട് അറിയില്ല. അതിനെയാണ് നമ്മൾ സെമി ഡിഫൈൻഡ് മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ മോസ്റ്റ് ഓഫ് ദ കൾച്ചർ മീഡിയ യൂസ്ഡ് ഫോർ റൊട്ടീൻ ഡയഗ്നോസ്റ്റിക് വർക്ക് ആർ സെമി ഡിഫൈൻഡ് കൾച്ചർ മീഡിയ. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ എന്താണ്? നമ്മൾ ഡയഗ്നോസ്റ്റിക് വർക്കിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയാസ് ഒക്കെ എന്താണ്? സെമി ഡിഫൈൻഡ് കൾച്ചർ മീഡിയ ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതിന് നമുക്ക് പഠിക്കാനുള്ളതാണ് സ്പെഷ്യൽ മീഡിയം. ഓക്കെ, അപ്പൊ എന്താണ് സ്പെഷ്യൽ മീഡിയം എന്ന് പറഞ്ഞാല്? നമ്മൾ നോൺ ഫാസ്റ്റീഡിയസ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് നമ്മുടെ ഫാസ്റ്റീഡിയസ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചില സ്പെഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ സ്പെഷ്യൽ മീഡിയം പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഏതൊക്കെയാണ് സ്പെഷ്യൽ മീഡിയത്തിൽ വരുന്നത്? ഫസ്റ്റ് വൺ, എൻറിച്ച്ഡ് മീഡിയ. ഓക്കെ, എൻറിച്ച്ഡ് മീഡിയ. എന്താണ് എൻറിച്ച്ഡ് മീഡിയ എന്ന് പറഞ്ഞാല്? When basal medium is added with some nutrients such as blood, serum or egg is called enriched media. അതായത് നമ്മുടെ ബേസിക് ആയിട്ട് നമ്മുടെ ബേസൽ മീഡിയ ഉണ്ടല്ലോ, നമ്മുടെ അഥവാ സിമ്പിൾ മീഡിയം, അതായത് അഡിക്വേറ്റ് നമ്മളെ മിനിമൽ ന്യൂട്രിയൻസ് മാത്രം ആഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ബേസ് ആയിട്ടുള്ള മീഡിയത്തിലേക്ക് നമ്മൾ ചില പ്രത്യേക തരം ന്യൂട്രിയൻസ് ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന മീഡിയാസിനെയാണ് നമ്മൾ എൻറിച്ച്ഡ് മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? നമ്മൾ ബ്ലഡ് ആഡ് ചെയ്യും. അപ്പൊ ചില ഓർഗാനിസത്തിന് വളരാൻ വേണ്ടിയിട്ട് ബ്ലഡ് വേണം. ഓക്കെ, അപ്പൊ ഇന്നത് വേണം, ബ്ലഡ് വേണം. അല്ലെങ്കിൽ ചിലതിന് എന്താണ്, എഗ് വേണം. ഓക്കെ, ചിലതിന് സീറം വേണം. അങ്ങനെ ബ്ലഡ്, സീറം, എഗ്, അപ്പൊ ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് ആ ഒരു ബേസൽ മീഡിയത്തിലേക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഇത്തരം ഇൻഗ്രീഡിയൻസിനെ ആഡ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മീഡിയത്തിനെയാണ് നമ്മൾ എൻറിച്ച്ഡ് മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ദേ ആർ യൂസ്ഡ് ടു ഗ്രോ ബാക്ടീരിയ വിച്ച് ആർ നോൺ എക്സാക്ടിങ് ഇൻ ദെയർ ന്യൂട്രീഷണൽ നീഡ്. ഓക്കെ, അപ്പൊ എന്താണ്, നമുക്ക് ചില ബാക്ടീരിയാസ് അല്ലെങ്കിൽ ചില മൈക്രോ ഓർഗാനിസത്തിന് എന്താണ്, അവയ്ക്ക് ചില പ്രത്യേക തരം ന്യൂട്രിയൻസ് ആവശ്യമായി വരും അവയ്ക്ക് വളരണമെങ്കിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചില ബ്ലഡ്, എഗ്, സീറം ഇവയൊക്കെ ആഡ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ആക്കുന്ന, സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മീഡിയത്തിനെയാണ് നമ്മൾ സ്പെഷ്യൽ മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് എന്തൊക്കെയാണ് നമ്മുടെ എൻറിച്ച്ഡ് മീഡിയ, സ്പെഷ്യൽ മീഡിയത്തിൽ തന്നെ എൻറിച്ച്ഡ് മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് എൻറിച്ച്ഡ് മീഡിയക്കുള്ള എക്സാമ്പിൾ? ഡോർസെറ്റ്സ് എഗ് മീഡിയം. ഓക്കെ, ഈ ഡോർസെറ്റ്സ് എഗ് മീഡിയത്തിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ ക്രീമി കളേർഡ് ഒപ്പെക് സ്ലോപ്പ് കെപ്റ്റ് സ്ക്രൂ കോപ്പഡ് ബോട്ടിൽ. ഒരു ക്രീമി കളേർഡ് ആണ്. ഓക്കെ, then എന്താണ്? സെലക്റ്റീവ് മീഡിയം ഫോർ ഐസൊലേഷൻ ഓഫ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഈ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്താണ്? നമ്മുടെ ടി ബി ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ഈ ബാക്ടീരിയക്ക് എന്ത് വേണം? വളരണമെങ്കിൽ എഗ് വേണം. അതിന്റെ മീഡിയത്തിൽ അതിന് വളരണമെങ്കിൽ അതിന് എഗ് നിർബന്ധമാണ്. അപ്പൊ എന്താണ്, നമ്മൾ എങ്ങനെയാണ് അതിന്റെ കോമ്പോസിഷൻ തയ്യാറാക്കുന്നത്? ഹെൻസ് എഗ് ന്യൂട്രിയന്റ് ബ്രോത്ത്. ഈ ന്യൂട്രിയന്റ് ബ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ മീഡിയം ആണ്. ഈ ന്യൂട്രിയന്റ് ബ്രോത്തിലേക്ക് ഹെൻസ് എഗ്, നമ്മൾ എഗ് ആഡ് ചെയ്തിട്ടാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിന് വളരാൻ വേണ്ടിയിട്ടുള്ള മീഡിയം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അതാണ് എൻറിച്ച്ഡ് മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ എൻറിച്ച്ഡ് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബേസൽ മീഡിയത്തിലേക്ക് ബ്ലഡ്,
എഗ് അല്ലെങ്കിൽ സീറം ഇവയൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മീഡിയമാണ് എൻറിച്ച്ഡ് മീഡിയ എന്ന് പറയുന്നത്. then എന്താണ് അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഡോർസെറ്റ്സ് എഗ് മീഡിയം, then എന്താണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഓക്കെ, സെലക്റ്റീവ് മീഡിയം ഫോർ ഐസൊലേഷൻ ഓഫ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിന് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മീഡിയം എന്തൊക്കെയാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്? ന്യൂട്രിയന്റ് ബ്രോത്തിലേക്ക് നമ്മൾ ഹെൻസ് എഗ് ആണ് നമുക്ക് അതിൽ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ? ഓക്കെ ഓക്കെ ആണല്ലോ? അപ്പോ നമ്മൾ എൻറിച്ച്ഡ് മീഡിയ പറഞ്ഞു. സ്പെഷ്യൽ മീഡിയത്തിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് എൻറിച്ച്ഡ് മീഡിയ. ഓക്കെ, ദെൻ ഈ എൻറിച്ച്ഡ് മീഡിയക്കുള്ള അടുത്തതാണ് ബ്ലഡ് അഗാർ. ഓക്കെ, ഈ ബ്ലഡ് അഗാർ എന്താണ്? എൻറിച്ച്ഡ് മീഡിയക്കുള്ള അടുത്തൊരു വേറൊരു എക്സാമ്പിൾ ആണ് ബ്ലഡ് അഗാർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്ലഡ് അഗാർ എന്താണ്? ഒരു എൻറിച്ച്ഡ് മീഡിയ ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്? റെഡ് കളർ ആണ്. ഓക്കെ, ദെൻ ഇത് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ ന്യൂട്രിയന്റ് അഗാർ ഉണ്ടല്ലോ, ഈ ന്യൂട്രിയന്റ് അഗാറിലേക്ക് ഓക്കെ എന്താണ് നമ്മുടെ ന്യൂട്രിയന്റ് അഗാറിലേക്ക് ഷീപ്പ് ബ്ലഡ്, ഡീഫൈബ്രിനേറ്റഡ് ഷീപ്പ് ബ്ലഡ് ആഡ് ചെയ്തിട്ടാണ് ബ്ലഡ് അഗാർ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ ന്യൂട്രിയന്റ് അഗാർ ഉണ്ടായിരിക്കും. ന്യൂട്രിയന്റ് അഗാറിലേക്ക് ഡീഫൈബ്രിനേറ്റഡ് ഷീപ്പ് ബ്ലഡ്, ഓക്കെ ആണല്ലോ, ഈ ഷീപ്പ് ബ്ലഡ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലഡ് അഗാർ തയ്യാറാക്കുന്നത്. ബ്ലഡ് അഗാർ എന്താണ്? ഒരു എൻറിച്ച്ഡ് മീഡിയ ആണ്. ദെൻ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പ്രോട്ടീൻ കൾച്ചർ, വൈഡ്ലി യൂസ്ഡ് ഇൻ മെഡിക്കൽ ബാക്ടീരിയോളജി. ദെൻ എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഇതൊരു ഇൻഡിക്കേറ്റർ മീഡിയം ആണ്. എന്തിനു വേണ്ടിയിട്ട്? to showing the hemolytic properties of bacteria such as Streptococcus pyogenes. ഓക്കെ, അപ്പൊ സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് പറഞ്ഞ മൈക്രോ ഓർഗാനിസത്തിന്റെ ഹീമോളിറ്റിക് പ്രോപ്പർട്ടി അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻഡിക്കേറ്റർ മീഡിയം ആയിട്ടും നമ്മൾ ഈ ബ്ലഡ് അഗാറിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ബ്ലഡ് അഗാർ എന്താണ്? അതൊരു എൻറിച്ച്ഡ് മീഡിയം ആണ്. നമ്മുടെ ന്യൂട്രിയന്റ് അഗാറിലേക്ക് ഷീപ്പ് ബ്ലഡ് ആഡ് ചെയ്തിട്ടാണ് ബ്ലഡ് അഗാർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ അതെന്താണ്? അതൊരു ഇൻഡിക്കേറ്റർ മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് എന്ന് പറഞ്ഞ മൈക്രോ ഓർഗാനിസം ഒരു പാത്തോജൻ ആണ്. നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസ് ഗൊണോറി അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ. സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് പറഞ്ഞ അതിന്റെ മൈക്രോ ഓർഗാനിസത്തിന് ഹീമോളിറ്റിക് പ്രോപ്പർട്ടീസ്, ഓക്കെ, ഹീമോളിറ്റിക് പ്രോപ്പർട്ടീസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിക്കേറ്റർ മീഡിയം ആയിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ബ്ലഡ് അഗാർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു ഇൻഡിക്കേറ്റർ മീഡിയം കൂടിയാണ്. ഓക്കെ ഓക്കെ ആണല്ലോ? then അടുത്തതാണ് ചോക്ലേറ്റ് അഗാർ. ചോക്ലേറ്റ് അഗാർ എന്താണ്? ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഹീറ്റഡ് ബ്ലഡ് അഗാർ. നമ്മുടെ ഈ ബ്ലഡ് അഗാറിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് അഗാർ ഉണ്ടാക്കുന്നത്. ഇത് എന്താണ്? ഒരു എൻറിച്ച്ഡ് മീഡിയം ആണ്. ഇതിന്റെ കളർ എന്താണ്? ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറാണ്. ഓക്കെ, then എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്? മെൽറ്റ് ദ ഡിസൈർഡ് എമൗണ്ട് ഓഫ് ന്യൂട്രിയന്റ് അഗാർ, കൂൾ ഇറ്റ് ഇൻ എ വാട്ടർ ബാത്ത് അറ്റ് 75°C. ഓക്കെ, നമ്മുടെ ന്യൂട്രിയന്റ് അഗാർ എടുക്കുക. ഇത് ന്യൂട്രിയന്റ് അഗാർ അത് സ്റ്റെറൈൽ ആയിട്ടുള്ള ന്യൂട്രിയന്റ് അഗാർ ആയിരിക്കും. ഇതിന് അത് എന്താണ്? 75°C കൂൾ ചെയ്യിക്കുക. എന്നിട്ട് അതിലേക്ക് 10 ml സ്റ്റെറൈൽ ബ്ലഡ് ആഡ് ചെയ്യുക. ബ്ലഡ് ആഡ് ചെയ്തിട്ട് അതിനെ 75°C തന്നെ അതിന് കൂൾ ചെയ്യാൻ വെക്കുക. then എന്താണ്? മിക്സിംഗ് ദ ബ്ലഡ് ആൻഡ് അഗാർ ബൈ ജെന്റിൽ അജിറ്റേഷൻ. നന്നായിട്ട് അജിറ്റേറ്റ് ചെയ്യുക. അങ്ങനെ ഈ ബ്ലഡും അഗാറും കൂടി നന്നായിട്ട് അജിറ്റേറ്റ് ചെയ്ത് അതിന്റെ കളർ എന്തായി മാറും? അതിലെ RBCs എല്ലാം ലൈസ് ആയി പോകും. അങ്ങനെ എന്തായി മാറും? അതൊരു ചോക്ലേറ്റ് ബ്രൗൺ കളറായി മാറും വിത്തിൻ അബൌട്ട് 10 minutes. ഓക്കെ, then പ്ലേറ്റ്സിലേക്ക് അതിനെ പോർ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ചോക്ലേറ്റ് അഗാർ കൾച്ചർ ഉണ്ടാക്കുന്നത്. അതിന്റെ യൂസസ് എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ചോക്ലേറ്റ് അഗാർ യൂസ് ചെയ്യുന്നത്? കൾച്ചർ ഓഫ് നൈസീരിയ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, ന്യൂമോകോക്കസ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? നൈസീരിയ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, ന്യൂമോകോക്കസ്. അങ്ങനെ ഈ ബാക്ടീരിയാസിനൊക്കെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് അഗാർ ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റ് അഗാർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡ് എടുക്കുക, ന്യൂട്രിയന്റ് അഗാർ എടുക്കുക, പിന്നെ അതിനെ 75°C കൂൾ ചെയ്തിട്ട് നന്നായിട്ട് രണ്ടും കൂടി അജിറ്റേറ്റ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആക്കുക. അങ്ങനെ മിക്സ് ആക്കിയിട്ട് അതിന്റെ കളർ പെട്ടെന്ന് ചേഞ്ച് ആകും.
ആ റെഡ് കളർ മാറിയിട്ട് ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറായിട്ട് മാറും. അതിൽ RBCs ഒക്കെ ലൈസ് ആയി പോകും അങ്ങനെ നന്നായിട്ട് അജിറ്റേറ്റ് ചെയ്യുമ്പോൾ. അങ്ങനെ എന്തായി മാറും? അത് ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറായിട്ടുള്ള ഒരു മീഡിയമായി മാറും. അപ്പൊ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്? കൾച്ചർ ഓഫ് നൈസീരിയ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, ന്യൂമോകോക്കസ്, ഈ ഇത്തരം ബാക്ടീരിയാസിനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് അഗാർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അടുത്ത നമ്മളിപ്പോ സ്പെഷ്യൽ മീഡിയത്തെ കുറിച്ചാണ് പറയുന്നത്. അതിൽ എൻറിച്ച്ഡ് മീഡിയ കഴിഞ്ഞു. അടുത്ത ടൈപ്പാണ് എൻറിച്ച്മെന്റ് മീഡിയ. ഓക്കെ, ഈ എൻറിച്ച്മെന്റ് മീഡിയ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് എ സ്റ്റിമുലേറ്റിംഗ് എഫക്ട് ഓൺ ദ ബാക്ടീരിയ ടു ബി ഗ്രോൺ ഓർ ഇൻഹിബിറ്റ്സ് ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. അതായത് ഇപ്പോൾ ഒരു കൾച്ചർ നമ്മൾ എടുത്തു, അപ്പൊ അതിൽ എന്തുണ്ടാകും? നമുക്ക് വാണ്ടഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടായിരിക്കും, അൺവാണ്ടഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. നമുക്ക് ഗ്രോ ചെയ്യേണ്ട പാത്തജൻസ് ഉണ്ടായിരിക്കും, അതിന്റെ കൂടെ നമുക്ക് ആവശ്യമില്ലാത്ത പാത്തജൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ എൻറിച്ച്മെന്റ് മീഡിയ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് വേണ്ട മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോയെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് വേണ്ട ഓർഗാനിസത്തെ അത് ഗ്രോ ചെയ്യാൻ സഹായിക്കും. നമുക്ക് കമൻസാൽ ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോ അത് ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് എൻറിച്ച്മെന്റ് മീഡിയ ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? ദിസ് റിസൾട്ട് ഇൻ ആൻ അബ്സല്യൂട്ട് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് വാണ്ടഡ് ബാക്ടീരിയ റിലേറ്റഡ് ടു അതർ ബാക്ടീരിയ. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയാസ് എന്തായി മാറും? അതിന്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യും, അങ്ങനെ അത് വളരും. ഓക്കെ, അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ്, എൻറിച്ച്മെന്റ് മീഡിയയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ് സലനൈറ്റ് ബ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സലനൈറ്റ് ബ്രോത്ത് എന്താണ്? ഒരു എൻറിച്ച്മെന്റ് മീഡിയക്ക് എക്സാമ്പിൾ ആണ്. ഇറ്റ് ഈസ് എൻറിച്ച്മെന്റ് മീഡിയം ഫോർ കൾച്ചർ ഓഫ് സാൽമൊണല്ല ടൈഫി ആൻഡ് പാരാടൈഫി ബാസിലി ഫ്രം സ്റ്റൂൾ സാമ്പിൾ. അപ്പൊ ഇത് എന്തിനൊക്കെയാണ്? അതായത് ഇപ്പൊ നമ്മുടെ ഒരു കൾച്ചറിൽ സാൽമൊണല്ല ടൈഫി അല്ലെങ്കിൽ പാരാടൈഫി എന്ന് പറഞ്ഞ അതുണ്ട് വിചാരിക്കുക, മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ് ഇവ എന്ത് ചെയ്യും? ഈ സലനൈറ്റ് എഫ് ബ്രോത്ത് എന്ത് ചെയ്യും? ഈ സാൽമൊണല്ല ടൈഫിയയും പാരാടൈഫിയയുടെയും ഗ്രോത്തിനെ നന്നായിട്ട് എൻഹാൻസ് ചെയ്യും. എന്താണ്? മറ്റുള്ള ബാക്ടീരിയാസിന്റെ ഗ്രോത്തിനെ അത് ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. എന്താണ് ഇതിന്റെ പ്രിൻസിപ്പിൾ? എന്താണ്? അറ്റ് ന്യൂട്രൽ pH സൊല്യൂഷൻ ആസിഡ് സലൈനിറ്റി ഹാസ്, അപ്പോൾ ഇതിൽ ഈ ഹൈ ടോക്സിറ്റി ടു കോളി ഫ്രം ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആൻഡ് നോട്ട് ടു മോസ്റ്റ് ഓഫ് സാൽമൊണല്ല ഗ്രൂപ്പ്സ്. അപ്പൊ എന്താണ് ഇതിലെ ഈ സലനൈറ്റ് എഫ് ബ്രോത്തിൽ എന്തുണ്ടായിരിക്കും? ഒരു സോഡിയം ആസിഡ് സലനൈറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പോണന്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ സോഡിയം ആസിഡ് സലനൈറ്റ് ആണ് ഇതിലെ അത് വർക്ക് ചെയ്യുന്ന ഏജന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സോഡിയം ആസിഡ് സലനൈറ്റ് എന്ത് കാണിക്കും? ഈ സാൽമൊണല്ല ടൈഫി ആൻഡ് പാരാടൈഫിയുടെ ഗ്രോത്ത് അത് എൻഹാൻസ് ചെയ്യും. എന്നാൽ മറ്റുള്ള ബാക്ടീരിയാസ് അല്ലെങ്കിൽ മറ്റുള്ള മൈക്രോ ഓർഗാനിസത്തിന് അത് ടോക്സിക് ആയിട്ട് അത് പ്രവർത്തിക്കും. ഓക്കെ, അപ്പൊ ന്യൂട്രൽ pH സൊല്യൂഷനിൽ എന്താണ്? ഈ ആസിഡ് സലനൈറ്റ് അല്ലെങ്കിൽ സോഡിയം ആസിഡ് സലനൈറ്റ് മറ്റു ഗ്രൂപ്പ്സ് ഓഫ് ബാക്ടീരിയാസിന് അത് ടോക്സിക് ആയിട്ട് പ്രവർത്തിക്കും. എന്താണ്? ഈ സാൽമൊണല്ല ടൈഫി ആൻഡ് പാരാടൈഫി ബാസിലി അതിനെ അത് എഫക്ട് ചെയ്യില്ല. അങ്ങനെ എന്താണ്? ഈ സാൽമൊണല്ല ടൈഫി അല്ലെങ്കിൽ പാരാടൈഫി ഇവയ്ക്ക് എന്താണ്? ഇത്തരം ഗ്രൂപ്പുകൾ വളരും. മറ്റുള്ള ഓർഗാനിസംസിന്റെ വളർച്ചയെ അത് ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതാണ് എൻറിച്ച്മെന്റ് മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ എൻറിച്ച്മെന്റ് മീഡിയ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് വാണ്ടഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ ഗ്രോയെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും, അൺവാണ്ടഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ അത് ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് സലനൈറ്റ് എഫ് ബ്രോത്ത്. ഈ സലനൈറ്റ് എഫ് ബ്രോത്ത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫോർ കൾച്ചർ ഓഫ് സാൽമൊണല്ല ടൈഫി ആൻഡ് പാരാടൈഫി ബാസിലി. ഓക്കെ, അപ്പൊ സാൽമൊണല്ല ടൈഫിയും പാരാടൈഫി ബാസിലിയും കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സലനൈറ്റ് എഫ് ബ്രോത്ത് യൂസ് ചെയ്യുന്നത്. അവയുടെ വളർച്ചയെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും. അൺവാണ്ടഡ് ആയിട്ടുള്ള മറ്റുള്ള ബാക്ടീരിയാസിനെ ഈ സലനൈറ്റ് എഫ് ബ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ എൻറിച്ച്മെന്റ് മീഡിയ. എന്താണ് സെലക്റ്റീവ് മീഡിയം? ഈ സെലക്റ്റീവ് മീഡിയയും എന്താ ചെയ്യുന്നത്? ഈ എൻറിച്ച്മെന്റ് മീഡിയയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് സെലക്റ്റീവ് മീഡിയയിലും. ഓക്കെ, എന്താണ് സെലക്റ്റീവ് മീഡിയയിൽ എന്താണ്? ഇതിലും അതുപോലെ തന്നെയാണ്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഓർഗാനിസത്തെ അത് ഇൻഹിബിറ്റ് ചെയ്യും. നമുക്ക് വാണ്ടഡ് ആയിട്ടുള്ള പാത്തോജൻസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോയെ അത് സഹായിക്കും. അപ്പോ തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ എൻറിച്ച്മെന്റ് മീഡിയ എന്ന് പറയുന്നത് ലിക്വിഡ് മീഡിയയാണ്. എന്നാൽ സെലക്റ്റീവ് മീഡിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു സോളിഡ് മീഡിയമാണ്.
ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. എൻറിച്ച്മെന്റ് മീഡിയയും സെലക്റ്റീവ് മീഡിയയും രണ്ടും നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും, നമുക്ക് വാണ്ടഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ ഗ്രോ ചെയ്യാൻ സഹായിക്കും. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ എൻറിച്ച്മെന്റ് മീഡിയ എന്ന് പറയുന്നത് ലിക്വിഡ് മീഡിയം ആണ്, സെലക്റ്റീവ് മീഡിയ എന്ന് പറയുന്നത് എന്താണ്, ഒരു സോളിഡ് മീഡിയം ആണ്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ TCBS എക്സാമ്പിൾ ആണ് തയോ സൾഫേറ്റ് സിട്രേറ്റ് ബൈൽ സൂക്രോസ് അഗാർ എന്നാണ് ഈ സെലക്റ്റീവ് മീഡിയയുടെ ഫുൾ ഫോം. ഈ TCBSന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സെലക്റ്റീവ് മീഡിയക്ക് ഒരു എക്സാമ്പിൾ ആണ് TCBS എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൈറ്റ് ഗ്രീൻ ട്രാൻസ്ലുലൻസ് മീഡിയം kept in petri dish. It is a selective medium for Vibrio cholerae. അപ്പൊ ഈ TCBS എന്താണ്, വിബ്രിയോ കോളറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെലക്റ്റീവ് മീഡിയം ആണ്. ഓക്കെ, എന്താണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ബൈൽ സാൾട്ട് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് നോർമൽ കമൻസാൽസ് അൺവാണ്ടഡ് ബാക്ടീരിയ. TCBS എന്ന് പറഞ്ഞാൽ എന്താണ്? തയോ സൾഫേറ്റ് സിട്രേറ്റ് ബൈൽ സൂക്രോസ് അഗാർ ആണ്. അതിൽ എന്തുണ്ടായിരിക്കും? ബൈൽ ഉണ്ടായിരിക്കും. ആ ബൈൽ എന്താണ്? മറ്റുള്ള, അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ അത് ഇൻഹിബിറ്റ് ചെയ്യും. എന്നാൽ വിബ്രിയോ കോളറെ പോലുള്ള വിബ്രിയോ കോളറയ്ക്ക് അതെന്താണ്? അതിന്റെ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യും. എന്താണ്, എങ്ങനെയാണ് നമുക്കത് വിബ്രിയോ കോളറെ അവിടെ വളർന്നു നമുക്ക് മനസ്സിലാകുക? വിബ്രിയോ കോളറെ പ്രൊഡ്യൂസ് ആസിഡ് ബൈ ഫെർമെന്റേഷൻ ഓഫ് സൂക്രോസ് വിച്ച് ആക്ട് ഓൺ ബ്രോമോതൈമൽ ബ്ലൂ ഇൻഡിക്കേറ്റർ പ്രൊഡ്യൂസിങ് യെല്ലോ കോളനീസ്. അപ്പൊ ഇതിൽ എന്തുണ്ടായിരിക്കും? ഈ വിബ്രിയോ കോളറെ എന്താണ് ചെയ്യുക? ഈ TCBSൽ എന്തുണ്ട്? തയോ സൾഫേറ്റ് സിട്രേറ്റ് ബൈൽ സൂക്രോസ് അഗാറാണ്. അതിൽ സൂക്രോസ് എന്ന് പറഞ്ഞ ഷുഗർ ഉണ്ട്. ആ സൂക്രോസ് എന്ന് പറഞ്ഞ ഷുഗറിനെ ഈ വിബ്രിയോ കോളറെ ഫെർമെന്റ് ചെയ്യും. അപ്പൊ ഒരു ഷുഗറിനെ ഫെർമെന്റേഷൻ ചെയ്താൽ നമുക്ക് എന്തൊക്കെ കിട്ടും? ഒരു ആസിഡും ഫോം ചെയ്യും, ഒരു ഗ്യാസും ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഒരു ആസിഡ് ഫോം ചെയ്തു. അപ്പൊ ഈ വിബ്രിയോ കോളറെ ഈ മീഡിയത്തിലെ സൂക്രോസിനെ ഫെർമെന്റ് ചെയ്തിട്ട് അവിടെ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അവിടെ ഫെർമെന്റേഷൻ നടന്നു. അപ്പൊ ആസിഡ് അവിടെ അതിന്റെ pH ചേഞ്ച് ആയി. ഓക്കെ, അവിടെ ആസിഡ് ഫോം ചെയ്തു. അങ്ങനെ pH ചേഞ്ച് ആയപ്പോ എന്തായി? അതിലുള്ള ഇൻഡിക്കേറ്റർ ആണ് ബ്രോമോതൈമൽ ബ്ലൂ. ഈ മീഡിയത്തിൽ ഒരു ബ്രോമോതൈമൽ ബ്ലൂ എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടായിരിക്കും. എന്തായി മാറും? ഗ്രീൻ കളർ എന്തായി മാറും? യെല്ലോ കളറായിട്ട് മാറും. അങ്ങനെ എന്താണ്? യെല്ലോ കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് പറയുന്നത്? നമ്മൾ സെലക്റ്റീവ് മീഡിയ ആണ് പറയുന്നത്. സെലക്റ്റീവ് മീഡിയ ഒരു എൻറിച്ച്മെന്റ് മീഡിയ തന്നെയാണ്. എന്താണുള്ള വ്യത്യാസം? സെലക്റ്റീവ് മീഡിയ എന്ന് പറഞ്ഞാൽ അതൊരു സോളിഡ് മീഡിയയാണ്. അതിന് എക്സാമ്പിൾ ആണ് TCBS. ഓക്കെ, അപ്പൊ എന്തിനാണ് ഈ TCBS എന്താണ്? സെലക്റ്റീവ് മീഡിയം ഫോർ വിബ്രിയോ കോളറെ. വിബ്രിയോ കോളറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെലക്റ്റീവ് മീഡിയമാണ് TCBS എന്ന് പറയുന്നത്. ഈ മീഡിയത്തിലുള്ള ബൈൽ സാൾട്ട് വിബ്രിയോ കോളറയുടെ വളർച്ചയെ എൻഹാൻസ് ചെയ്യും. മറ്റുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ അത് ഇൻഹിബിറ്റ് ചെയ്യും. എന്താണ് ഈ വിബ്രിയോ കോളറെ എന്താണ് ചെയ്യുക? TCBSലുള്ള സൂക്രോസ് ഷുഗറിനെ ഇത് ഫെർമെന്റ് ചെയ്ത് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ അതിന്റെ മീഡിയത്തിന്റെ pH ചേഞ്ച് ആവുകയും ബ്രോമോതൈമൽ ബ്ലൂ എന്ന ഇൻഡിക്കേറ്റർ അതെന്തായി മാറും? യെല്ലോ കളറായി മാറും. ഓക്കെ, എന്താണ് അത്? ഈ വിബ്രിയോ കോളറയുടെ യെല്ലോ കോളനീസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ ഫിഗറിൽ കാണുന്നുണ്ടല്ലോ, വിബ്രിയോ കോളറെ ഫെർമെന്റ് ചെയ്തതിന് എന്തായി മാറും? യെല്ലോ കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അത്രയാണ് സെലക്റ്റീവ് മീഡിയ. നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറൻഷ്യൽ മീഡിയ ആണ്. അപ്പോ സെലക്റ്റീവ് മീഡിയയും ഡിഫറൻഷ്യൽ മീഡിയയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം. സെലക്റ്റീവ് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? contains one or more agents that inhibits the growth of certain microbes but not others. Example, mannitol, salt agar, McConkie agar. ഇതൊക്കെ McConkie agar ഡിഫറൻഷ്യൽ മീഡിയയിലാണ് വരുന്നത്. ഓക്കെ, അതൊരു സെലക്റ്റീവ് മീഡിയ കൂടിയാണ് കേട്ടോ. ഓക്കെ, സെലക്റ്റീവ് മീഡിയ കൂടിയാണ് McConkie agar എന്ന് പറയുന്നത്. എന്താണ് സെലക്റ്റീവ് മീഡിയയും ഡിഫറൻഷ്യൽ മീഡിയയും തമ്മിലുള്ള വ്യത്യാസം? സെലക്റ്റീവ് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടെയ്ൻസ് വൺ ഓർ മോർ ഏജന്റ്സ് ദാറ്റ്, അതായത് ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ അത് ഇൻഹിബിറ്റ് ചെയ്യും, മറ്റൊന്നിനെ അത് ഗ്രോത്ത് ചെയ്യും. ഓക്കെ, ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അലോ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസം ടു ഗ്രോ ബട്ട് ഡിസ്പ്ലേ വിസിബിൾ ഡിഫറൻസ് എമംഗ് ദിസ് മൈക്രോ ഓർഗാനിസം. കൾച്ചറിൽ എന്തുണ്ടായിരിക്കും? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. അവയിലുള്ള ആ ഒരു ഡിഫറൻസിനെ നമുക്ക് കാണിച്ച്, അതായത് മൈക്രോ ഓർഗാനിസത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന മീഡിയമാണ് ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ ഡിഫറൻഷ്യൽ മീഡിയക്കുള്ള എക്സാമ്പിൾ ആണ് McConkie agar എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ McConkie agar എന്താണ്? McConkie agar ഈസ് എ കൾച്ചർ മീഡിയം
ഡിസൈൻഡ് ടു ഗ്രോ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. അതായത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്ക് വേണ്ടി അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ മീഡിയയാണ് മാക്കോങ്കി അഗാർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ യൂസ്ഫുൾ മീഡിയം ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് എൻഡറോബാക്ടീരിയേസിയെ. അപ്പൊ എൻഡറോബാക്ടീരിയേസിയെ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ആണ്, ഒരു ബാക്ടീരിയാസിലെ ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പൊ എൻഡറോബാക്ടീരിയേസിയെ എന്നുള്ള ഫാമിലിയെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാക്കോങ്കി അഗാർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. then എന്താണ്, ഇറ്റ് ഷോസ് ലാക്ടോസ് ഫെർമെന്റർ ആസ് റെഡ് കോളനീസ് വൈൽ നോൺ ലാക്ടോസ് ഫെർമെന്റർ ആസ് വൈറ്റ് പെയിൽ കോളനീസ്. അപ്പൊ എൻഡറോബാക്ടീരിയേസി എന്ന് പറഞ്ഞ ബാക്ടീരിയസ് ഫാമിലിയിലെ ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യുന്നവരുമുണ്ട്, ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യാത്തവരുമുണ്ട്. അപ്പൊ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നതാണ് മാക്കോങ്കി അഗാർ എന്ന് പറഞ്ഞ മീഡിയ ചെയ്യുന്നത്. എന്താണ്, ഇവിടെ നോക്കൂ, ഈ പിക്ചറിൽ നോക്കൂ, ഇവിടെ പിങ്ക് കളറിലും യെല്ലോ കളറിലും കാണുന്നുണ്ട്. ഇതിലെ പിങ്ക് കളർ എന്താണ്, അതിലെ ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യുന്ന കോളനീസിനെയാണ് കാണിക്കുന്നത്. ദെൻ നോൺ ലാക്ടോസ് ഫെർമെന്റിങ് കോളനീസ് എന്താണ്, ഒരു പിങ്ക് ഒരു യെല്ലോ കളറിലാണ് കാണുന്നത്. ഓക്കെ, ലാക്ടോസ് എന്ന് പറഞ്ഞൊരു ഷുഗർ ആണ്, ആ ഷുഗറിനെ ഫെർമെന്റ് ചെയ്യുന്ന ബാക്ടീരിയാസ് പിങ്ക് കളറിൽ കാണും. ദെൻ അതിനെ ഫെർമെന്റ് ചെയ്യാത്ത ബാക്ടീരിയാസ് എന്തായി കാണും, യെല്ലോ കളറായിട്ട് കാണും. ഓക്കെ, അപ്പൊ അതാണ്. ഓക്കെ ആണല്ലോ. അപ്പോ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഗ്രോവിംഗ് ഓൺ ദ മീഡിയ ആർ ഡിഫറൻഷിയേറ്റഡ് ബൈ ദെയർ അബിലിറ്റി ടു ഫെർമെന്റ് ദ ഷുഗർ ലാക്ടോസ്. ലാക്ടോസ് എന്ന് പറഞ്ഞ ഷുഗറിനെ ഫെർമെന്റ് ചെയ്യാനുള്ള എബിലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് ബാക്ടീരിയാസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലാക്ടോസ് ഫെർമെന്റർ കേസ് ദ pH to drop and is detected by neutral red which appear as bright pink to red colonies on the agar. എന്താണ്, ഇവിടെ pH ചേഞ്ച് ആകും, ഫെർമെന്റേഷൻ നടക്കുമ്പോൾ അവിടെ ആസിഡ് ഫോം ചെയ്യും, അങ്ങനെ അവിടെ pH ചേഞ്ച് ആകും. pH ചേഞ്ച് ആകുന്ന വഴി എന്താണ്, ഒരു ബ്രൈറ്റ് പിങ്ക് കളറിൽ ലാക്ടോസ് ഫെർമെന്റർ കോളനിയെ കാണും. ദെൻ നോൺ ലാക്ടോസ് ഫെർമെന്റിംഗ് ബാക്ടീരിയാസിന് എന്തായി മാറും, യെല്ലോ കളറിൽ കാണപ്പെടും. ഓക്കെ, ദെൻ എന്താണ് യൂസസ്, എന്താണ്, ആക്ടിങ് ആസ് എ വിഷ്വൽ pH ഇൻഡിക്കേറ്റർ. ഒരു pH ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് ഈ മാക്കോങ്കി അഗാറിനെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ദെൻ എന്താണ്, ഡിസ്റ്റിങ്ക്യൂഷ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ക്യാൻ ഫെർമെന്റ് ദ ഷുഗർ ലാക്ടോസ് ഫ്രം ദോസ് ദാറ്റ് കനോട്ട്. അതായത് ലാക്ടോസ് ഷുഗറിനെ ഫെർമെന്റ് ചെയ്യുന്ന ബാക്ടീരിയാസിനെയും ദെൻ ലാക്ടോസ് ഷുഗറിനെ ഫെർമെന്റേഷൻ ചെയ്യാത്ത ബാക്ടീരിയാസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയും. ദിസ് മീഡിയം ഈസ് ആൾസോ നോൺ ആസ് ഇൻഡിക്കേറ്റർ മീഡിയം, ദ ലോ സെലക്റ്റീവ് മീഡിയം എന്നൊക്കെ നമ്മൾ ഈ മീഡിയാസ് അറിയപ്പെടുന്നുണ്ട്. ആബ്സെൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ് സെർവ് ടു ഇൻഹിബിറ്റ് സ്വാമിംഗ് ദ പ്രോട്ടിയസ് സ്പീഷീസ്. ഓക്കെ, അതായത് പ്രോട്ടിയസ് സ്പീഷീസിനെ അതിന്റെ സ്വാമിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഇലക്ട്രോലൈറ്റ്സിന്റെ ഒക്കെ ആബ്സെൻസ് കാരണം. ഓക്കെ, എന്താണ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻഷ്യൽ മീഡിയയെ കുറിച്ച് പറഞ്ഞത്. ഡിഫറൻഷ്യൽ മീഡിയാസ് എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചറിലുള്ള ഡിഫറെന്റ് കോളനീസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയയാണ്. അതിന് എക്സാമ്പിൾ ആണ് മാക്കോങ്കി അഗാർ. മാക്കോങ്കി അഗാർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ലാക്ടോസ് ഫെർമെന്റേഷനെയും നോൺ ലാക്ടോസ് ഫെർമെന്റിംഗ് ബാക്ടീരിയാസ് ആൻഡ് നോൺ ലാക്ടോസ് ഫെർമെന്റിംഗ് ബാക്ടീരിയാസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാക്കോങ്കി അഗാർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യുന്ന ബാക്ടീരിയാസ് ഏതൊക്കെയാണ്, ബൈ യൂട്ടിലൈസിംഗ് ദ ലാക്ടോസ് അവൈലബിൾ ഇൻ ദ മീഡിയം, എസ്ക്രീഷ്യ കോളി, എൻഡറോബാക്ടർ സ്പീഷീസ്, ക്ലബ്സിയെല്ല, ഇവയൊക്കെ എന്താണ്, ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യുന്ന ബാക്ടീരിയ ആണ്. അങ്ങനെ ഫെർമെന്റ് ചെയ്യുമ്പോൾ അവിടെ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും, pH എന്തായി മാറും, pH ലോ ആകും. അങ്ങനെ എന്താകും, ന്യൂട്രൽ pH നിന്നും pH ഒരു 6.8 താഴെ വരും. അപ്പൊ എന്താണ്, അതൊരു പിങ്ക് കോളനീസ് ആയിട്ട് കാണപ്പെടും. ഓക്കെ, ദെൻ അടുത്തതാണ് ഇൻഡിക്കേറ്റർ മീഡിയം. ഇൻഡിക്കേറ്റർ മീഡിയം എന്താണ്, ദിസ് മീഡിയ കണ്ടെയ്ൻ ആൻ ഇൻഡിക്കേറ്റർ വിച്ച് ചേഞ്ചസ് കളർ വെൻ ബാക്ടീരിയ ഗ്രോൺ ഓൺ ദം. അതായത് ചില ഇൻഡിക്കേഷൻസ് തരാണ്, ചില പ്രോപ്പർട്ടീസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയമാണ് ഇൻഡിക്കേറ്റർ മീഡിയം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് എന്ത്, വിൽസൺ ആൻഡ് ബ്ലയർ മീഡിയം. അപ്പൊ വിൽസൺ ആൻഡ് ബ്ലയർ എന്താണ്, ഇൻഡിക്കേറ്റർ മീഡിയം ആണ് ഫോർ ഐസൊലേഷൻ ഓഫ് സാൽമോണല്ല ടൈഫി ആൻഡ് സാൽമോണല്ല പാരാടൈഫി. അപ്പൊ സാൽമോണല്ല ടൈഫിയെയും സാൽമോണല്ല പാരാടൈഫിയൊക്കെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ മീഡിയം യൂസ് ചെയ്യും. ഇൻഡിക്കേറ്റർ മീഡിയം എന്താണ്, അതായത് നമുക്ക് കളർ ചേഞ്ച് ചെയ്തിട്ട് ചില പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ബാക്ടീരിയാസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, എന്താണ്
അപ്പൊ സാൽമണല്ല ടൈപ്പി, സാൽമണല്ല പാരാ ടൈഫി ഒക്കെയാണ് വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയം വെച്ചിട്ട് നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുക. ഇവ എന്ത് കളറിലാണ് കാണപ്പെടുക? ബ്ലാക്ക് കളറിൽ. ഓക്കെ, ദ ബ്ലാക്ക് കളർ ഓഫ് കോളനീസ് ഡ്യൂ ടു ദ എബിലിറ്റി ഓഫ് ദിസ് ഓർഗാനിസം ടു റെഡ്യൂസ് ബിസ്മത്ത് സൾഫൈറ്റ് to sulfide in presence of glucose coliforms and inhibited by brilliant green and bismuth sulfate. അപ്പൊ ഈ ബ്ലാക്ക് കളർ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ മീഡിയത്തിൽ എന്തുണ്ടായിരിക്കും? ബിസ്മത്ത് സൾഫേറ്റ് ഉണ്ടായിരിക്കും. ഈ ബിസ്മത്ത് സൾഫൈറ്റിനെ സൾഫൈഡ് ആക്കി മാറ്റും. അങ്ങനെയാണ് ഇവിടെ എന്തായി മാറുന്നത്? ബ്ലാക്ക് കളർ കോളനീസ് ആയിട്ട് ബ്ലാക്ക് കളർ കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയത്തിൽ. ഓക്കെ, അപ്പൊ വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയം എന്താണ്? ഒരു ഇൻഡിക്കേറ്റർ മീഡിയം ആണ്. എന്താണ്? സാൽമണല്ല ടൈഫി ആൻഡ് സാൽമണല്ല പാരാ ടൈഫിയെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? അടുത്തതാണ് ട്രാൻസ്പോർട്ട് മീഡിയം. ട്രാൻസ്പോർട്ട് മീഡിയം, പേര് തന്നെ നമുക്കൊരു മീഡിയത്തെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയമാണ് ട്രാൻസ്പോർട്ട് മീഡിയം. ദീസ് ആർ യൂസ്ഡ് ഫോർ ദ ടെമ്പററി സ്റ്റോറേജ് ഓഫ് സ്പെസിമെൻ ബീങ് ട്രാൻസ്പോർട്ടഡ് ടു ദ ലബോറട്ടറി ഫോർ ദ കൾട്ടിവേഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ലബോറട്ടറിയിലേക്കൊക്കെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണം, നമ്മുടെ മീഡിയാസിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയമാണ് ട്രാൻസ്പോർട്ട് മീഡിയം എന്ന് പറയുന്നത്. സച്ച് മീഡിയ ഐഡിയലി മെയിൻറ്റെയിൻ ദ വിയബിലിറ്റി of all organism in the specimen without altering their concentration. Transport media typically contain only buffers and salt. അപ്പൊ ഈ ട്രാൻസ്പോർട്ട് മീഡിയത്തിൽ എന്താണ്? ഇതിൽ നമ്മുടെ ഈ നമ്മൾ കൾച്ചർ ചെയ്തിട്ടുള്ള ഓർഗാനിസത്തിന് ഒരു കേടുപാടും കൂടാതെ ലബോറട്ടറിയിലേക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്കൊക്കെ നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്പോർട്ട് മീഡിയം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ എന്താണ്? ഇതിൽ ന്യൂട്രിയൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല, കാരണം അവിടെ നമുക്ക് ഗ്രോ ചെയ്യിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ട്രാൻസ്പോർട്ട് എന്നുള്ള ഒരു ഉദ്ദേശം മാത്രം ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ എന്ത് മാത്രമേ ഉണ്ടാകുള്ളൂ? അതിൽ സാൾട്ട് പിന്നെ ബഫേഴ്സും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ദ ലാക്ക് ഓഫ് കാർബൺ, നൈട്രജൻ ആൻഡ് ഓർഗാനിക് ഗ്രോത്ത് ഫാക്ടേഴ്സ് പ്രിവെന്റ്സ് മൈക്രോബിയൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ എന്താണ്? നമ്മൾ മൈക്രോബ്സിനെ ഇവിടെ ഗ്രോ ചെയ്യുകയോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. എന്താണ്? ട്രാൻസ്പോർട്ട് മീഡിയ യൂസ്ഡ് ഇൻ ദ ഐസൊലേഷൻ ഓഫ് അനൈറോബ് മസ്റ്റ് ബി ഫ്രീ ഫ്രം മോളിക്കുലാർ ഓക്സിജൻ. എന്താണ്? ട്രാൻസ്പോർട്ട് മീഡിയ എന്തായിരിക്കണം? ഫ്രീ ഫ്രം ഓക്സിജൻ. അതായത് ഇപ്പൊ അനൈറോബ്സിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ട്രാൻസ്പോർട്ട് മീഡിയ, അതായത് നമ്മളിപ്പോ അനൈറോബിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെയാണ് നമ്മൾ നമുക്ക് വേണ്ടത്, അതിനെയാണ് നമ്മൾ ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോകേണ്ടതെങ്കിൽ ആ മീഡിയത്തിൽ എന്ത് പാടില്ല? ഓക്സിജൻ പാടില്ല. അനൈറോബിക് മീഡിയമാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. ഇതിനെന്താണ്? നമ്മുടെ ഈ മീഡിയത്തിൽ എന്ത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ? ബഫേഴ്സ്, സാൾട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിന് ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ജസ്റ്റ് ട്രാൻസ്പോർട്ട് മാത്രമാണ് അവിടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഗ്രോ ചെയ്യിക്കുകയല്ല. എന്താണ്? ട്രാൻസ്പോർട്ട് മീഡിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഷുഡ് ബി നോൺ ടോക്സിക് ആയിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് പ്രൊമോട്ട് ഓർ ഇൻഹിബിറ്റ് ദ ബാക്ടീരിയൽ ഗ്രോത്ത്. ബാക്ടീരിയൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയോ ഇൻഹിബിറ്റ് ചെയ്യുകയോ ചെയ്യില്ല. എന്താണ്? ഇറ്റ് ഷുഡ് ബി ഈസി ടു ക്യാരി ആൻഡ് ട്രാൻസ്പോർട്ട്. അത് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരിക്കണം? ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റിയിരിക്കണം. ഓക്കെ, എന്താണ്? അതിന് എക്സാമ്പിൾസ് ആണ്, ട്രാൻസ്പോർട്ട് മീഡിയേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. വെങ്കിട്ട രാമൻ ആൻഡ് രാമകൃഷ്ണൻ മീഡിയം, ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ ട്രാൻസ്പോർട്ട് മീഡിയം, ക്യാരി ആൻഡ് ബ്ലെയർ മീഡിയം. ഓക്കെ, അപ്പൊ വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ മീഡിയം, ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ ട്രാൻസ്പോർട്ട് മീഡിയം, ക്യാരി ആൻഡ് ബ്ലെയർ മീഡിയം. ഓക്കെ, അപ്പൊ നമ്മുടെ മീഡിയാസിനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയത്തിനെയാണ് ട്രാൻസ്പോർട്ട് മീഡിയം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ. ഇതിനടുത്തതാണ് അനൈറോബിക് മീഡിയം. അനൈറോബിക് മീഡിയം എന്താണ്? അനൈറോബിക് മീഡിയം എന്താണ്? ദിസ് മീഡിയ ആർ യൂസ്ഡ് ടു ഗ്രോ അനൈറോബിക് ഓർഗാനിസം. അതായത് ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാതെ, ഓക്സിജൻ ടോക്സിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ചില മൈക്രോ ഓർഗാനിസംസിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജന്റെ പ്രസൻസ് പാടേയില്ല. അത്തരം മൈക്രോ ഓർഗാനിസത്തെ ഗ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയമാണ് അനൈറോബിക് മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? അനൈറോബിക് മീഡിയത്തിൽ എന്താണ്? അതിന് എക്സാമ്പിൾസ് ആണ് തയോഗ്ലൈക്കൊലേറ്റ് ബ്രോത്ത്, റോബർട്ട് സൺ കുക്ക്ഡ് മീറ്റ് മീഡിയം. ഓക്കെ, അപ്പൊ ഈ തയോഗ്ലൈക്കലേറ്റ് ബ്രോത്തിൽ എന്തുണ്ടായിരിക്കും? റെഡ്യൂസിങ് ഏജൻസ് ഉണ്ടായിരിക്കും. അവ എന്താണ്? അതിലുള്ള ഓക്സിജൻസിനെ ഒക്കെ റെഡ്യൂസ് ചെയ്ത് കളയും.
ഇതിനെന്താണ് റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയത്തിൽ എന്താണ് ഉണ്ടായിരിക്കുക? നമ്മുടെ മീറ്റ് പാർട്ടിക്കിൾസിനെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടാണ് ഈ റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയത്തിൽ പ്രസൻസ് ആയിരിക്കും. അപ്പൊ അതിലെ ഈ മീറ്റ് പാർട്ടിക്കിൾസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് എന്ത് ചെയ്യും? ഓക്സിജനെ റിമൂവ് ചെയ്ത് കളയും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ അനൈറോബിക് മീഡിയ എന്ന് പറഞ്ഞാൽ മീഡിയ ആർ യൂസ്ഡ് ടു ഗ്രോ അനൈറോബിക് ഓർഗാനിസം. അതിന് എക്സാമ്പിൾസ് ആണ് തയോഗ്ലൈക്കൊലേറ്റ് ബ്രോത്ത്, ദെൻ റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയം. ഓക്കെ, ദെൻ നമ്മൾ ഈ മീഡിയാസ് പ്രിപ്പയർ ചെയ്തിട്ട് അതിന് ചുറ്റും നമ്മൾ ലിക്വിഡ് പാരഫിൻ ഒഴിക്കും. ഓക്കെ, അതായത് പുറത്തുനിന്നുള്ള ഓക്സിജൻ നമ്മൾ ഇങ്ങനെ തുറക്കുമ്പോൾ പുറത്തുനിന്ന് അതിന് ഓക്സിജൻ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ മീഡിയാസ് പ്രിപ്പയർ ചെയ്തിട്ട് അതിന്റെ പുറത്ത് ലിക്വിഡ് പാരഫിൻസ് കൂടി നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അത്രയാണ് അനൈറോബിക് മീഡിയം പറയുന്നത്. ലാസ്റ്റ് വൺ ഷുഗർ മീഡിയ. എന്താണ് ഷുഗർ മീഡിയ എന്ന് പറയുന്നത്? മീഡിയ കണ്ടെയ്നിങ് എനി ഫെർമെന്റബിൾ സബ്സ്റ്റൻസസ്. അതായത് ഈ ഷുഗറിനൊക്കെ ഫെർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയാസ് ആണ് ഷുഗർ മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഫെർമെന്റബിൾ സബ്സ്റ്റൻസസ് അഥവാ ഷുഗേഴ്സ് ഉണ്ടായിരിക്കും. ഗ്ലൂക്കോസ്, അറാബിനോസ്, ലാക്ടോസ്, സ്റ്റാർച്ച്, അതൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഷുഗർ ഫെർമെന്റേഷൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ മീഡിയ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഗ്ലൂക്കോസ്, അറാബിനോസ്, ലാക്ടോസ്, സ്റ്റാർച്ച് തുടങ്ങിയ ഷുഗേഴ്സ് ഉണ്ടായിരിക്കും. then എന്തുണ്ടായിരിക്കും? 1% ഓഫ് ഷുഗർ ഇൻ പെപ്റ്റോൺ. അതിന്റെ കണ്ടൻസ് ആണ് പറയുന്നത്. ഇതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കും? 1% ഓഫ് ഷുഗർ ഇൻ പെപ്റ്റോൺ വാട്ടർ പ്ലസ് ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടായിരിക്കും. എന്തിനാണ് ഇൻഡിക്കേറ്റർ ഉണ്ടായിരിക്കുന്നത്? നമ്മുടെ മൈക്രോ ഓർഗാനിസം ഷുഗറിനെ ഫെർമെന്റ് ചെയ്യുമ്പോൾ അവിടെ ആസിഡും പ്രൊഡ്യൂസ് ചെയ്യും, ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആ ആസിഡ് ഉണ്ടാകുമ്പോൾ അതിലൊരു pH ചേഞ്ച് ഉണ്ടായിരിക്കും. അങ്ങനെ ആ pH ചേഞ്ച് വഴി അവിടെ ഒരു കളർ ചേഞ്ച് ഉണ്ടായിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ എന്ത് ആഡ് ചെയ്യണം? ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യണം. then എന്തുണ്ടായിരിക്കും? കണ്ടെയ്ൻ എ സ്മാൾ ട്യൂബ്. ആ സ്മാൾ ട്യൂബിനെ എന്താണ് പറയുക? ദുറംസ് ട്യൂബ് എന്നാണ് പറയുക. അപ്പൊ ആ ഒരു ദുറംസ് ട്യൂബ് ഉണ്ടായിരിക്കും ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ഗ്യാസ് ബൈ ബാക്ടീരിയ. അപ്പൊ എന്താണ്? നമ്മുടെ ബാക്ടീരിയ ഷുഗേഴ്സിനെ ഫെർമെന്റ് ചെയ്യുമ്പോൾ അവിടെ ആസിഡും ഉണ്ടായിരിക്കും, ഗ്യാസും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ആസിഡ് എന്തിനാണ്? അവിടെ ആസിഡ് ഉണ്ടാകുമ്പോൾ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഗ്യാസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദുറംസ് ട്യൂബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു ട്യൂബാണ്. ആ ട്യൂബ് നമ്മൾ ആ കൾച്ചറൽ മീഡിയത്തിൽ ഇട്ട് വെക്കും. അപ്പൊ എന്താണ്? ആ മീഡിയത്തിൽ എന്തുണ്ടാകും? ആ ദുറംസ് ട്യൂബിനുള്ളിൽ ബബിൾസ് ഫോം ചെയ്യും. അങ്ങനെ ബബിൾസ് ഫോം ചെയ്താൽ അവിടെ ഫെർമെന്റേഷൻ നടന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ചെറിയ ട്യൂബ്, അതിന്റെ ട്യൂബിന്റെ പേരാണ് ദുറംസ് ട്യൂബ് എന്ന് പറയുന്നത്. അത് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പൊ അത്രയാണ് ഷുഗർ മീഡിയയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മീഡിയ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതുവരെ എടുത്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂട്ടോ. ഇത്ര എടുത്ത കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. നമ്മൾ ഡിഫറെന്റ് മീഡിയാസ് പറഞ്ഞു, ടൈപ്സ് ഓഫ് മീഡിയ, ദെൻ സിമ്പിൾ മീഡിയ, കോംപ്ലക്സ് മീഡിയ, സ്പെഷ്യൽ മീഡിയ, സ്പെഷ്യൽ മീഡിയത്തിന്റെ ഡിഫറെന്റ് ടൈപ്സ് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഓക്കെ, ഡൗട്ട് ഒക്കെ ക്ലിയർ ആണല്ലോ. ഓക്കെ.